Praise the Lord. For those who didn't come yesterday, I'll just briefly take you through what we heard yesterday. Very shortly, in a few years' time, a big war is going to take place. Very shortly, it's going to take place. A big battle is going to take place. And that's the title of our studies, the Battle of Armageddon. 2 world wars have already taken place. 1 world war is going to take place shortly. 7 years after that, another world war is going to take place. And that 4th world war is this Battle of Armageddon. It's not an ordinary war. It's going to be more important than the first 3 world wars, because God and Satan are going to be personally involved in this battle. മറ്റ് 3 ലോകമഹായുധങ്ങളെ അപേക്ഷിച്ച് ഈ 4ാമത്തെ ലോകമഹായുധം അതൊരു സാധാരണമായ ഒന്നായിരിക്കുകയില്ല. കാരണം എന്തെന്നാൽ ദൈവവും സാത്താനും അവർ നേരിട്ട് ആ യുദ്ധത്തിൽ പങ്കാളികളാകുന്നു. Secondly, it's a battle that is going to end all battles, because this century and the previous century has seen so much bloodshed that has not been seen in the previous centuries put together. ഇതിനു മുൻപേയുള്ളതായ എല്ലാ നൂറ്റാണ്ടുകളിലെയും രക്തച്ചൊരിച്ചിലുകളെ ഒരുമിച്ച് ചേർത്താലും അതിന്റെ സംഖ്യയെ മറികടക്കുന്നതായ രക്തച്ചൊരിച്ചിലുകൾ ഈ നൂറ്റാണ്ടിലും കഴിഞ്ഞ നൂറ്റാണ്ടിലും നടന്നിരിക്കുന്നത് കൊണ്ട് എല്ലാ യുദ്ധങ്ങൾക്കും അന്ത്യം കുറിക്കുന്ന ഒരു യുദ്ധമായിരിക്കും ഈ 4ാമത്തെ ലോകമഹായുദ്ധം. So this battle will end a lot of bloodshed and command peace in this world for 1000 years. ആകയാൽ ഈ ധാരാളമായ രക്തച്ചൊരിച്ചിലുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വരുവാനുള്ള 1000 വർഷം സമാധാനം നൽകുന്ന ഒരു യുദ്ധമായി. Thirdly, many countries and many religions through the ages have tried to take control of Jerusalem, but through this battle, Jesus is going to take control of Jerusalem. എത്രയോ രാജ്യങ്ങൾ, എത്രയോ മതങ്ങൾ, എത്രയോ യുദ്ധങ്ങളിലൂടെ യെരുശലേമിന്റെ നിയന്ത്രണത്തിന് വേണ്ടി പൊരുതിയെങ്കിൽ ഈ യുദ്ധമുഖാന്തരമായി ഈ യുദ്ധത്തിന്റെ പരിണിതഫലമായി കർത്താവായ യേശു യെരുശലേമിന്റെ നിയന്ത്രണം കൈവശമാക്കും. So God will take control of Jerusalem. After that, nobody else will control it. ദൈവം യെരുശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നീട് ആർക്കും അതിന്റെ നിയന്ത്രണം ലഭ്യമാകില്ല. Fourthly, this war will cleanse this planet Earth of sin and false religions and all worldliness. 4ാമതായി ഈ ലോകമഹായുദ്ധം എന്നത് ഈ ഭൂഗോളത്തെ എല്ലാവിധമായ വ്യാജ മതങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, ലൗകികതയിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധീകരിക്കുന്ന ഒന്നായി തീരും. Sin is increasing and will reach its peak during the tribulation period, during the rule of the Antichrist. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമായ ആ 7 വർഷത്തെ ഉപദ്രവകാലത്തിൽ പാപം പെരുകി അതിന്റെ പാരമ്യത്തിൽ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരും. But through this battle, all sin will be subdued for 1000 years. എന്നാൽ ഈ യുദ്ധം നിമിത്തമായി 1000 വർഷത്തേക്ക് പാപം അത് അടിച്ചമർത്തപ്പെട്ടിരിക്കും. The site of the battle is a valley near the mountain of Megiddo. ഈ യുദ്ധരംഗം, ഈ യുദ്ധക്കളം എന്നത് മെഗിദ്ദോ പർവ്വതത്തിന് സമീപത്തുള്ളതായ ഒരു താഴ്വരയാകുന്നു. And that Mount Megiddo in Hebrew is called Har Megiddo, from which you get the word Armageddon. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ മെഗിദ്ദോ പർവ്വതം എന്ന് പറയുമ്പോൾ അത് ഹാർ മെഗിദ്ദോ അഥവാ മെഗിദ്ദോ താഴ്വര എന്ന് അർത്ഥമാകുന്നു. So this picture down there in that chart, the second picture, is the picture of that valley. ഇപ്പോൾ കാണുന്ന ചാർട്ടിലെ ആ 2ാമത്തെ ചിത്രം എന്നത് ആ മെഗിദ്ദോ താഴ്വരയുടെ ഒരു ചിത്രമാണ്. It's also called the valley of Jezreel in the Bible. ബൈബിളിൽ ഇസ്രായേൽ താഴ്വര എന്നും കൂടി അത് വിളിക്കപ്പെടുന്നു. Now we went into the details of that yesterday. അതിന്റെ വിശദാംശങ്ങൾ നാം ഇന്നലെ ചിന്തിച്ചു. Now we are going to we saw yesterday also how there are 2 armies being formed in these days. ഈ നാളുകളിൽ എങ്ങനെ 2 സൈന്യങ്ങൾ രൂപവൽകൃതമാകുന്നു എന്നും നാം ഇന്നലെ ചിന്തിച്ചു. We saw those 2 armies in the key verse that we just read, Revelation 19:19. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിച്ചു കേട്ടതായ ആ കുറിവാക്യത്തിൽ ആ 2 സൈന്യങ്ങളും ഉണ്ട്. One is an army that follows Christ, the other is an army that follows the Antichrist. ഒരു സൈന്യം അത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, മറ്റൊന്ന് എതിർ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന
സൈന്യം. So this army of the Antichrist is not only going to go against Christ, it's going to go against the army of Christ, or in other words against you and me. ഈ എതിർ ക്രിസ്തുവിന്റെ സൈന്യം എന്നത് ക്രിസ്തുവിന് വിരോധമായിട്ട് മാത്രമല്ല, ക്രിസ്തുവിന്റെ സൈന്യത്തിന് വിരോധമായും പൊരുതുന്നു. അഥവാ അതിന്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾക്കും എനിക്കും വിരോധമായി തന്നെ. He that is filthy, let him be filthy still. He that is holy, let him be holy still. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. So we see the whole world is going to be divided. One group traveling towards holiness, the other group going towards filthiness. ആകയാൽ മുഴുവൻ രണ്ടായി വിഭജിക്കപ്പെടുന്നു. അതിൽ ഒരു ഗണം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ മറ്റൊന്ന് അശുദ്ധിയിലേക്ക് യാത്ര തുടരുന്നു. And there are two women who are involved in this job. One woman attracting towards filthiness, the other woman attracting towards holiness. ഈ പ്രവൃത്തിയിൽ വ്യാപൃതരായിരിക്കുന്ന രണ്ട് സ്ത്രീകൾ, ഒരു സ്ത്രീ അശുദ്ധിയിലേക്ക് ആളുകളെ ആകർഷിച്ച് വശീകരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീ ആളുകളെ വിശുദ്ധിയിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നു. The woman who is attracting people towards holiness is this woman here, who is the woman in Revelation chapter 12. ആളുകളെ വിശുദ്ധിയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൃശ്യമാണ്. The other woman who is attracting the world, the people of this world, to filthiness is this woman, the scarlet clad woman who is in Revelation chapter 17. ഇവിടെ ആളുകളെ അശുദ്ധിയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതായ ആ സ്ത്രീ, അവളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണാം. അവൾ രക്താംബരം ധരിച്ചിരിക്കുന്നു. Now these two women are spiritual representations of two literal cities in this world. ഈ ലോകത്തിലെ രണ്ട് അക്ഷരീക നഗരങ്ങളെ ആത്മീകമായി പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഈ രണ്ട് സ്ത്രീകൾ. There is a literal place in this world called Jerusalem, and this white woman is spiritual Jerusalem. ഈ ലോകത്തിൽ യെരൂശലേം എന്ന അക്ഷരീകമായ ഒരു നഗരമുണ്ട്. ഇവിടെ കാണുന്ന സ്ത്രീ അവൾ ആത്മീക യെരൂശലേമാകുന്നു. There is a literal place in this world called Babylon, and this woman is called spiritual Babylon. ലോകത്തിൽ അക്ഷരീകമായി ബാബിലോൺ എന്നൊരു സ്ഥലമുണ്ട്, എന്നാൽ ഈ സ്ത്രീ ആത്മീകമായി ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്നു. If you look at the chart here, ഇവിടെ ആ ചാർട്ട് നിങ്ങൾ ഒന്ന് നോക്കിയാൽ Jerusalem is here, യെരൂശലേം ഈ സ്ഥാനത്താണ്, and Babylon is here, ബാബിലോൺ ഇവിടെയും. in Iraq. ഇറാഖിൽ Baghdad is the capital of Iraq, ഇറാഖിന്റെ തലസ്ഥാനം ബാഗ്ദാദ്. and about 50 miles south of Baghdad is Babylon. ഈ ബാഗ്ദാദിന് 50 മൈൽ തെക്ക് വശത്തായിട്ട് ബാബിലോൺ ഉണ്ട്. So these two women are connected with these two cities. ആകയാൽ ഈ രണ്ട് സ്ത്രീകളും ഈ രണ്ട് നഗരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. So these two women are going to try to attract all the people of this world. ആകയാൽ ഈ രണ്ട് സ്ത്രീകളും ഈ ലോകത്തിലെ സകല ജനതയെയും തങ്ങളിലേക്ക് വശീകരിക്കുന്ന അഥവാ ആകർഷിക്കുന്നു. The job of the scarlet clad woman is to present as many people as possible, trap them and hand them over to the Antichrist. ഈ രക്താംബരം ധരിച്ചതായ സ്ത്രീയുടെ പ്രവൃത്തി എന്നത് തന്നാൽ ആവുന്നിടത്തോളം ആളുകളെ വശീകരിച്ച് കെണിയിൽ കുടുക്കി എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക എന്നുള്ളതാകുന്നു. The job of the white sun-clad woman is to gather as many people as possible and present them to Christ. എന്നാൽ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ശുഭ്രവസ്ത്രധാരിണിയായ സ്ത്രീയുടെ പ്രവൃത്തി എന്നത് ആവുന്നിടത്തോളം ആളുകളെ ചേർത്ത് കർത്താവായ യേശുവിനെ വരെ ഏൽപ്പിച്ചു കൊടുക്കുക. In our weddings we see that when the bride walks into the hall, it's the elder sister of a church who comes and takes her by the hand and brings her and makes her sit down. സാധാരണ നമ്മുടെ വിവാഹ ശുശ്രൂഷാ വേളകളിൽ നമ്മൾ കാണാറുണ്ട്, മണവാട്ടി വരുമ്പോൾ അവിടെയുള്ളതായ മൂത്ത സഹോദരി തന്റെ കരം പിടിച്ച് ആനയിച്ച് തന്നെ കൊണ്ടുവന്ന് ആ കസേരയിൽ ഇരുത്തും. The elder sister represents the servants of God. അവിടെയുള്ള ആ മൂത്ത സഹോദരി ദൈവ ശുശ്രൂഷകരെ പ്രതിനിധാനം ചെയ്യുന്നു. The bride is the white clad, the sun clad woman. അവിടെ ശുഭ്രവസ്ത്രധാരിണിയായ മണവാട്ടി, ഇവിടെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ. And she is brought and made to sit by the side of the bridegroom who represents Christ. ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന മണവാളന്റെ ചാരി ആ മണവാട്ടിയെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. So we are going to see how this whore is at work today, so that we might beware of what's happening in this world around us. നമുക്ക് ചുറ്റിലും നടക്കുന്നതായ സംഭവങ്ങളെ കുറിച്ച് നാം ജാഗരൂകരാകേണ്ടതിന് ഈ മഹാവേശ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. The mystery of iniquity is already at work, the Bible says. ബൈബിൾ പറയുന്നത് പ്രകാരമാണ് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു.
In those days itself it was at work, and now it's much more at work. ആ നാളുകളിൽ തന്നെ അത് പ്രവർത്തന നിരതമായിരുന്നു, എന്നാൽ ഇന്ന് അത് വളരെ അധികമായിരിക്കുന്നു. Just like God has his elect, his chosen ones, Satan also has his elect, his chosen ones amongst human beings. മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് വൃതന്മാർ അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉള്ളതുപോലെ പിശാത്താനും ഈ മാനവരാശിയിൽ തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്റെ വൃതന്മാരുണ്ട്. You read of them in 2 Peter chapter 3 in verse 13. 2 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവരെ കുറിച്ച് വായിക്കുന്നു. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം 2 Timothy chapter 3 verse 13. 2 തിമോഥെയോസ് 3-ാം അധ്യായം 13-ാം വാക്യം. ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. But evil men and seducers shall wax worse and worse, deceiving and being deceived. So here you read of a group of people called evil men. ഇവിടെ നാം ഒരു കൂട്ടം ആളുകളെ ദുഷ്ടമനുഷ്യരെന്ന് കാണുന്നു. The job of this evil men is to seduce, to deceive. ആകയാൽ ഈ മനുഷ്യരുടെ, ഈ ദുഷ്ടരായ ആളുകളുടെ പ്രവൃത്തി എന്നത് ആളുകളെ ചതിക്കുക അഥവാ വഞ്ചിക്കുക. So they are Satan's elite, Satan's chosen ones. ആകയാൽ അവർ സാത്താന്റെ സഖ്യകക്ഷികൾ അഥവാ സാത്താനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. So they have been chosen by Satan and he uses them to deceive this world. സാത്താൻ അവരെ തിരഞ്ഞെടുത്തിട്ട് ലോകത്തെ ചതിക്കുവാൻ അവരെ ഉപയോഗിക്കുന്നു. So as they deceive the world, this verse says they themselves are being deceived. അവർ ലോകത്തെ ചതിക്കുമ്പോൾ തന്നെ വചനപ്രകാരം അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. Even today, many politicians, many cinema stars, many millionaires, the people on the top rung in society are involved in black magic, in Satan worship, all secretly. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്നതായ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ, എത്രയോ കോടീശ്വരന്മാർ, അവരെല്ലാവരും തന്നെ രഹസ്യമായി ദുർമന്ത്രവാദം തുടങ്ങിയ ദോഷപ്രവർത്തികളിൽ മുഴുകിയിരിക്കുന്നു. For example, ഉദാഹരണമായി many of us would have heard the name Walt Disney. നമ്മിൽ പലരും വാൾട്ട് ഡിസ്നി എന്നുള്ള പേർ കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. He was a comic writer, he is a movie maker. There is an amusement park called Disneyland in his name, which he started. താൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോമിക്കുകൾ എഴുതുന്നവനുമാണ്. തന്റെ പേരിൽ വാൾട്ട് ഡിസ്നി എന്നുള്ളതായ ഒരു അമ്യൂസ്മെന്റ് പാർക്കുമുണ്ട്. He was a member of a secret society that made plans to rule the world. ഈ ലോകത്തെ ഭരിക്കുവാനായി കരുക്കൾ നീക്കുന്നതായ ഒരു ഗ്രൂപ്പിന്റെ രഹസ്യ അംഗമായിരുന്നു താൻ. And he was a worshipper of Lucifer. അത് മാത്രമല്ല, താൻ ലൂസിഫറിന്റെ ആരാധകനുമായിരുന്നു. So you see, in front he's entertaining everyone, but in the back he's something else. മറ്റുള്ളവരുടെ മുൻപാകെ വിനോദ ഉപാധികൾ താൻ ഒരുക്കുമ്പോൾ താൻ പിന്നണിയിൽ പലതും ചെയ്യുന്നു. So you look at this woman, this scarlet clad woman, she is dressed to attract, to allure, to entertain. ആകയാൽ ഈ രക്താംബരം അണിഞ്ഞിരിക്കുന്ന ആ സ്ത്രീയെ നോക്കുക. ആളുകൾക്ക് വിനോദങ്ങൾ നൽകി അവരെ ആകർഷിച്ച് അവരെ വശീകരിക്കുവാൻ അവൾ ശ്രമിക്കുന്നു. But behind her she is a very dangerous woman. എന്നാൽ പിന്നിലോ അവൾ ഏറ്റവും അപകടകാരി. So in front you will see so much of entertainment and fun offered to the masses in this world, but behind there is a trap being laid for every human being on earth. മുൻഭാഗത്ത് നമ്മൾ നോക്കിയാൽ ജനസമൂഹങ്ങൾക്ക് ധാരാളം വിനോദവും സന്തോഷവും നൽകുന്നതായി കാണാം. എന്നാൽ അതിന്റെ പിന്നിലോ ജനങ്ങളെ അപകടത്തിലാക്കുന്ന ഒരു അനുഭവം. Turn to Revelation chapter 17. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരാം. And read verse 5. 5-ാം വാക്യം വായിക്കാം. മർമ്മം മഗധിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. And upon her forehead was a name written, Mystery, Babylon the Great, the mother of harlots and abominations of the earth. So as I told you earlier, this woman, she is a spiritual representation of a literal city called Babylon. ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞതുപോലെ അക്ഷരീക നഗരമായ ബാബിലോണിനെ ആത്മീകമായി പ്രതിനിധാനം ചെയ്യുന്നവളാണ് ഈ സ്ത്രീ. So there is a city called Babylon in Iraq near Baghdad even now, but this woman is more than that. She's not just a literal city, she's an extension of a city. ഇറാഖിൽ ബാഗ്ദാദിന് സമീപത്ത് ബാബിലോൺ എന്ന പേരിൽ അക്ഷരീകമായി ഒരു നഗരം ഉണ്ട്. എന്നാൽ ഇവൾ വെറും ഒരു നഗരം മാത്രമല്ല, അതിന്റെ ഒരു വിപുലീകരിക്കപ്പെട്ടതായ അവസ്ഥ കൂടെയാണ്. She's a spiritual system.
അവൾ ഒരു ആത്മീകമായ ഒരു സംവിധാനം. Read Revelation chapter 17 and verse 18. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ. And the woman which thou sawest is that great city which reigneth over the kings of the earth. That woman, that whore, is that great city. ആ സ്ത്രീ, ആ മഹാവേശ്യ, ഒരു മഹാനഗരം. And the next whole chapter you will see that great city is Babylon. നിങ്ങൾ ആ അധ്യായം മുഴുവൻ നോക്കിയാൽ കാണാം ആ മഹാനഗരം. The next chapter. അടുത്ത അധ്യായത്തിൽ നോക്കിയാൽ ആ മഹാനഗരമായ ബാബിലോൺ കാണാം. So this woman is destined to deceive the whole world. She's called a harlot, to turn people away from the true God. ആകയാൽ ഈ സ്ത്രീക്ക് ആളുകളെ സത്യ ദൈവത്തിൽ നിന്ന് വശീകരിക്കുവാനുള്ളതായ ഒരു ഉദ്ദേശമുണ്ട്. ആകയാൽ അവൾ മഹാവേശ്യ എന്ന് വിളിക്കപ്പെടുന്നു. Now she is called the mother of harlots. ഇവിടെ അവൾ വേശ്യമാരുടെ മാതാവ് എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. Why is she called? Why is this whore, this woman, this spiritual demonic system, why is she called the mother of harlots? എന്തുകൊണ്ട് ഈ വേശ്യ, ഈ പൈശാചികമായ ഈ സംവിധാനത്തെ വേശ്യമാരുടെ മാതാവ് എന്ന് വിളിക്കുന്നു? There are two reasons for this. അതിനായി രണ്ട് കാരണങ്ങളുണ്ട്. One, it's in this place called Babylon, in this literal place called Babylon, that all false religions began. ഈ അക്ഷരികമായ ബാബിലോൺ എന്ന നഗരത്തിലാണ് എല്ലാവിധമായ വ്യാജ മതങ്ങളും ആവിർഭവിച്ചത്. If you turn to Genesis chapter 9, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വന്നാൽ you will read of a man called not 9 chapter 9 verse chapter 10, you will read of a man called Nimrod. 10-ാം അധ്യായത്തിലാണ് നിമ്രോദ് എന്നൊരു മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാം. Read 10:9. 10-ന്റെ 9-ാം വാക്യം വായിക്കാം. Genesis 10:9. ഉൽപ്പത്തി 10-ന്റെ 9. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ട് വീരനായിരുന്നു, അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി. He was a mighty hunter before the Lord, wherefore it is said, even as Nimrod the mighty hunter before the Lord. So what do you mean by mighty hunter before the Lord? യഹോവയുടെ മുൻപാകെ നായാട്ട് വീരൻ എന്നാൽ അർത്ഥം എന്താണ്? Just like Esau went and got good deer meat for his father Isaac and pleased him, it was Nimrod trying to kill animals and give them to God. അപ്പനായ ഇസഹാക്കിന് കാട്ടിൽ ചെന്ന് വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം നൽകിയതായ ഏശാവിനെ പോലെ ഇവിടെ നിമ്രോദ് വേട്ടയാടി ദൈവത്തിന് നല്ല ഇറച്ചി കൊടുത്ത വേട്ടക്കാരനാണോ? This word before the Lord is not in front of the Lord. It means this man had the boldness to confront the Lord, to stand against the Lord by standing before him. ഇവിടെ യഹോവയുടെ മുൻപാകെ എന്ന് പറയുമ്പോൾ വെറുതെ ദൈവത്തിന്റെ മുൻപിൽ പോയി നിൽക്കുക എന്നല്ല, ദൈവത്തോട് എതിർത്ത് നിൽക്കുവാനുള്ളതായ ധൈര്യമുള്ള മനുഷ്യനായിരുന്നു ഇവൻ. So the Hebrew word before actually means he stood against the Lord by standing before him. ആകയാൽ ഇവിടെ മുൻപാകെ എന്നുള്ളതിന്റെ എബ്രായ ഭാഷയിലെ അർത്ഥം എന്നത് അവൻ ദൈവത്തിന്റെ മുൻപാകെ ചെന്ന് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നവനായിരുന്നു. This man who stood against God, he was a king of a certain area of land. He had his kingdom. ഇവിടെ ദൈവത്തിന് എതിരായി നിന്ന ഈ മനുഷ്യന് ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിലെ രാജാവായിരുന്നു താൻ. Read the next verse. അടുത്ത വാക്യം വായിക്കാം. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. And the beginning of his kingdom was Babel and Erech and Akkad and Calneh in the land of Shinar. So King Nimrod had an area over which he ruled, and part of that was this place called Babel. ആകയാൽ ഈ രാജാവായ നിമ്രോദിന് തന്റെ അധീനതയിലുള്ള ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടതാണ് ഈ ബാബേൽ എന്ന സ്ഥലം. And it was this Babel that later on became Babylon. ആകയാൽ ഈ ബാബേലാണ് പിൽക്കാലത്തെ ബാബിലോൺ ആയി മാറിയത്. Now it was in this Babel that a tower was built. ഈ ബാബേലിലാണ് ഒരു ഗോപുരം പണിതുയർത്തപ്പെട്ടത്. And this tower was built under the supervision of this Nimrod. ഈ നിമ്രോദിന്റെ നേതൃത്വത്തിൽ അഥവാ അവന്റെ ചുമതലയിലാണ് ഈ ഗോപുരം പടുത്തുയർത്തപ്പെട്ടത്. He building a tower for next time, so that if a flood comes, they can all escape by standing on top of the tower.
ഇനി ഒരു ജലപ്രളയം വന്നാൽ ആ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കയറി എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആ ഗോപുരം നിർമ്മിച്ചത്. So when he saw that so many people died amongst human beings and God judged the earth, ദൈവം ഭൂമിയെ ന്യായം വിധിച്ചപ്പോൾ ഭൂമുഖത്ത് ധാരാളം മനുഷ്യർ ചത്തൊടുങ്ങിയത് അവൻ കണ്ടപ്പോൾ, instead of repenting and turning to God, he is now trying to make an alternate way of escape and continuing in his wickedness and gathering people to him under a kingdom. അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരമായി തങ്ങളുടെ പാപത്തിൽ ദുഷ്ടതയിൽ തുടർന്നു കൊള്ളുവാനും അതേസമയം തന്നെ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനും അവൻ മറ്റൊരു പരിഹാര മാർഗം കണ്ടെത്തി ആളുകളെ തന്റെ രാജ്യത്തിൽ അതിനായി ചേർത്തുകൊണ്ടിരുന്നു. Now you're looking at the face of it. What's wrong with building a tower? നിങ്ങൾ നോക്കുക, ഒരു ഗോപുരം പണിതതിൽ എന്താണ് തെറ്റ്? The tallest building in the world, I think, is somewhere in the Gulf countries. I think it's in Dubai. ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ദുബായിലാണെന്ന് കരുതുന്നു. So God didn't destroy that building. ദൈവം ആ കെട്ടിടത്തെ നശിപ്പിച്ചിട്ടില്ല. Why did God come and destroy this building? ദൈവം എന്തുകൊണ്ട് വന്ന ഈ കെട്ടിടത്തെ നശിപ്പിച്ചു? It was not a simple tower. It was a tower trying to where the minds of the people were in opposition to God. അത് ഒരു സാധാരണ ഗോപുരമായിരുന്നില്ല. ജനത്തിന്റെ മനസ്സിൽ ദൈവത്തോടുള്ള എതിർപ്പ് ഉളവാക്കുന്ന ഒരു ഗോപുരമായിരുന്നു അത്. So they were trying to build a tower whose top may reach unto heaven. We know no matter how much they build, no tower is going to reach heaven. നോക്കുക, അവിടെ സ്വർഗത്തോളം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിതു നമുക്കറിയാം. അത്രത്തോളം എത്തുന്ന ഒരു ഗോപുരവും ആരും ഇന്നും പണിതിട്ടില്ല. So it was trying to build a tower in opposition to God. They were going against God. ആകയാൽ ദൈവത്തിന് വിരോധമായി ദൈവത്തിനെതിരായി പോകുന്ന ഒരു ഗോപുരം പണിയുവാൻ അവർ പ്രയത്നിച്ചു. That's why God started working against it. അതുകൊണ്ടാണ് ദൈവവും അതിനെതിരായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. And destroyed that tower. ആ ഗോപുരത്തെ ദൈവം നശിപ്പിച്ചു. So this is an artist's representation of that partially built tower that was left off. ആകയാൽ പണി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ഗോപുരത്തെ കുറിച്ച് ഒരു ചിത്രകാരൻ വരച്ച ചിത്രം നമുക്ക് ഇവിടെ കാണാം. We will come back to that picture a little later. നമുക്ക് അല്പം കഴിഞ്ഞിട്ട് ആ ചിത്രത്തിലേക്ക് മടങ്ങി വരാം. So what I'm trying to say is this Nimrod was a person who was anti-God. ആകയാൽ ഞാൻ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ ദൈവവിരുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു ഈ നിമ്രോദ്. And he married his own mother. His mother became his wife. Her name was Semiramis. അവൻ തന്റെ മാതാവിനെ തന്നെ വിവാഹം കഴിച്ചു. അവന്റെ മാതാവ് അവനെ ഭാര്യയായി തീർന്നു. അവളുടെ പേര് സെമിറാമിസ്. And she had a son by him. അവനിൽ നിന്ന് അവൾക്കൊരു മകനും ജനിച്ചു. So when she was pregnant, he died. Nimrod died. അവൾ ഗർഭവതിയായിരിക്കെ നിമ്രോദ് മരിച്ചു. When the child was born, ആ ശിശു ജനിച്ചപ്പോൾ she called his name Tammuz. അവന്റെ പേര് അവനെ തമ്മൂസ് എന്ന് പേര് വിളിച്ചു. That name you will see in Ezekiel 8:14. എസ്കേൽ പ്രവചനം 8:14 നിങ്ങൾക്ക് ആ പേര് കാണാം. So this is when Tammuz was born, the mother Semiramis said this is a reincarnation of Nimrod. ആകയാൽ ഈ തമ്മൂസ് എന്നതായ മകൻ ജനിച്ചപ്പോൾ ഇത് ഈ നിമ്രോദിന്റെ പുനർജന്മം എന്ന് അവൾ പറഞ്ഞു. So what happened was she became the queen in that land and people started worshipping her. അവൾ ആ ദേശത്തെ രാജ്ഞിയായി മാറി. ആ ദേശവാസികൾ അവളെ നമസ്കരിക്കുവാൻ ആരാധിക്കുവാൻ തുടങ്ങി. So that is how mother child worship started in all religions. അങ്ങനെയാണ് എല്ലാ മതങ്ങളിലും മാതാവിനെയും പുത്രനെയും ആരാധിക്കുന്നതായ ഒരു ശീലം ഉണ്ടായത്. So this is where all false religions began, at Babel or Babylon. ആകയാൽ എല്ലാ വ്യാജ മതങ്ങളും തന്നെ ആവിർഭവിച്ചത് ഈ ബാബേലിൽ അഥവാ ബാബിലോണിൽ ആയിരുന്നു. That's why that woman, Mystery Babylon, is called the mother of harlots, the beginning of all false religions. അതുകൊണ്ടാണ് മർമ്മ മഹതിയായ ബാബിലോൺ അവൾ വേശ്യമാരുടെ മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാവിധമായ വ്യാജ മതങ്ങളും ആവിർഭവിക്കുന്നിടം. The second reason, രണ്ടാമത്തെ കാരണം, this woman is going to be in the last days, she is going to collect all religions and bring them together and make one world religion. അന്ത്യനാളുകളിൽ ഈ ലോകത്തിലെ സകല മതങ്ങളെയും ചേർത്ത് ഒരു ആഗോള മതമാക്കി ഇവൾ മാറ്റുവാൻ പോകുന്നു. So today people are writing books and preaching sermons, taking good points from every religion. ആകയാൽ എല്ലാ മതങ്ങളിലെയും നല്ലതായ അംശങ്ങളെ ചേർത്ത് സമാഹരിച്ച് ആളുകൾ ഇന്ന് പുസ്തകങ്ങളൊക്കെയും എഴുതിക്കൊണ്ടിരിക്കുന്നു, പ്രസംഗിക്കുകയും ചെയ്യുന്നു. It's called the ecumenical movement. That means becoming one, united in religion. എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നു, അഥവാ മതങ്ങളുടെ ഒരു സംയോജനം.
So a new religion is going to emerge, which is going to be a combination of all world religions. ആകയാൽ എല്ലാ ആഗോള മതങ്ങളുടെയും സങ്കലനമായി ഒരു നൂതന മതം ആവിർഭവിക്കുവാൻ പോകുന്നു. Today we already have what is called NCC, WCC, which is National Council of Churches and World Council of Churches. ഇന്ന് നമുക്ക് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നുള്ളതായ സംഘടനകളെ കുറിച്ച് പരിചയമുണ്ട്. These institutions are bringing all Christian denominations together. They are trying to do that. ഈ സ്ഥാപനങ്ങളൊക്കെയും തന്നെ എല്ലാ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുവാൻ അവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. There is a new religion called Chrislam, a combination of Christianity and Islam. ക്രിസ്ത്യാനിത്വവും ഇസ്ലാമും ചേർന്നതായ ഒരു പുതിയ മതം ക്രിസ്ലാം എന്ന പേരിൽ ആവിർഭവിക്കുന്നു. So like this, many religions are getting together and combining, and ultimately it will become one religion, which is this Babylon, the mother of harlots. ആകയാൽ ഇങ്ങനെ അനേക മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ മതം ഉണ്ടാകും. അതാകുന്നു, അതുകൊണ്ട് അത് ബാബേലിലായിരിക്കും. അതുകൊണ്ട് ഇവൾ എല്ലാ വേദവേശ്യകളുടെയും മാതാവെന്ന് വിളിക്കപ്പെടുന്നു. So she is going to be a combination, or bring about a combination of all false religions, and therefore she is called the mother of harlots. എല്ലാ വ്യാജമതങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മതത്തെ ഇവൾ ഉരുവാക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഇവളെ എല്ലാ വേശ്യമാരുടെയും മാതാവെന്ന് വിളിക്കുന്നു. Now this woman is very anti-Christian. ഈ സ്ത്രീ വളരെ ക്രിസ്തീയ വിരുദ്ധമായ ഒന്നായി, ക്രിസ്തു വിരുദ്ധമായ ഒന്നായി മാറുവാൻ പോകുന്നു. Or to be more particular, she is going to be anti-true Christianity. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സത്യ ക്രിസ്ത്യാനികൾക്ക് വിരുദ്ധയായി, എതിരായി പ്രവർത്തിക്കുന്നവളായി തീരും. Because many Christians are going to join the whore. എന്തുകൊണ്ടെന്നാൽ അനേക ക്രിസ്ത്യാനികൾ അവളോട് ചേരുവാൻ പോകുന്നു. Not holding the truth, they just compromise with the truth, sell the truth, and just rely on oneness. സത്യത്തെ മുറുകെ പിടിക്കുന്നതിന് പകരമായി സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത്, അഥവാ സത്യത്തെ വിറ്റ് അവരെല്ലാവരും ചേർന്ന് ഒന്നായി ചേരുവാൻ പോകുന്നു. So she is going to rise up against true Christianity. ആകയാൽ അവൾ സത്യ ക്രിസ്ത്യാനികൾക്കെതിരായി എഴുന്നേൽക്കുവാൻ പോകുന്നു. And more anti-Pentecostal. അതിനേക്കാൾ ഉപരിയായി പെന്തക്കോസ്ത് വിരുദ്ധയായിരിക്കും. Listen to me, the whole world, as you get closer and closer to the coming of the Lord, the whole world is going to become anti-Christian, especially anti-Pentecostal. നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ വരവിനോട് അടുക്കും തോറും മുഴുവൻ ലോകവും ക്രിസ്ത്യാനികൾക്കെതിരായി മാറുന്നു. പ്രത്യേകാൽ പെന്തക്കോസ്ത് വിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്നു. You look at that woman. ആ സ്ത്രീയെ നോക്കുക. She's dressed to attract. അവൾ ആകർഷിക്കുവാൻ വേണ്ടി വസ്ത്രം ധരിച്ചിരിക്കുന്നു. She's got a lot of makeup on her face. അവളുടെ മുഖത്ത് ധാരാളം ചമയങ്ങളുണ്ട്. She's dressed with gold and silver and pearls. അവൾ പൊന്നും വെള്ളിയും മുത്തുമണിഞ്ഞിരിക്കുന്നു. She's dressed in bright red to make heads turn. അവൾ മറ്റുള്ളവരെ ശ്രദ്ധയെ ആകർഷിക്കത്തക്കതായ നിലയിൽ തിളങ്ങുന്ന ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. On one side she's attractive. ഒരു ഭാഗത്ത് അവൾ ആകർഷണീയമാണ്. On the other side, മറുഭാഗത്ത് read 17:6. 17:6 വായിക്കാം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. Enough. And I saw the woman drunken with the blood of the saints and with the blood of the martyrs of Jesus. So she's attractive on one side, but she's drinking saints' blood. She's a bloodsucker. ഒരു ഭാഗത്ത് അവൾ വളരെ വശ്യയായി കാണപ്പെടുന്നു. മറുഭാഗത്ത് വിശുദ്ധന്മാരുടെ രക്തം വലിച്ചു കുടിക്കുന്നവൾ. So she's one side she's entertaining the world and keeping everyone happy. On the other side she's murdering people. ഒരു ഭാഗത്ത് ആളുകളെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടതായ ഉല്ലാസങ്ങൾ നൽകുമ്പോൾ മറുഭാഗത്ത് അവൾ ആളുകളെ കൊല്ലുന്നു. Now this is not just a story in the Bible. This is really happening these days. That's why the Church of God has to wake up. ആകയാൽ ഇത് ഇപ്പോൾ പറയുന്നത് ബൈബിളിലുള്ളതായ ഒരു കഥയല്ല, വാസ്തവമായി സംഭവിക്കുന്നതാകയാൽ സഭ ഉണരേണ്ടിയിരിക്കുന്നു. All the deceptions and the entertainments of this world are not here by chance and by scientific advancements and technological developments. They have been deliberately designed and placed to deceive human beings. ഈ ലോകത്തിലുള്ളതായ എല്ലാ വിനോദ ഉപാധികളും ശാസ്ത്രീയ നേട്ടത്താലോ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയാലോ അല്ലെങ്കിൽ യാദൃച്ഛികമായി ആവിർഭവിച്ചതോ അല്ല, മാനവരാശിയെ ചതിക്കുവാൻ വേണ്ടി കരുതിക്കൂട്ടി ഒരുക്കുന്ന ഒരു കെണിയാണെന്ന് ഓർത്തുകൊള്ളുക. For example, ഉദാഹരണം, in Western witchcraft there is a tree called the holly tree, which is sacred in witchcraft. പാശ്ചാത്യ വിചാര പ്രവർത്തനങ്ങളിൽ വിശുദ്ധ വൃക്ഷം എന്ന് വിളിക്കപ്പെടുന്നതായ ഒരു വൃക്ഷമുണ്ട്. It's a holly, not holy, holly tree, holly tree, HOLLY, holy tree. So the wood of that tree is used by magicians to make their magic wands.
ആകയാൽ ഈ ഹോളി മരത്തിന്റെ തടി എന്നത് മന്ത്രവാദ പ്രവർത്തനങ്ങൾക്കായി മന്ത്രവാദികൾ ഉപയോഗിക്കുന്നു. Magicians have what is called a wand, a magic stick. They wave that magic wand called. അവർ ആ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതായ മന്ത്രവടിയുണ്ട്, അതിനുവേണ്ടി ഈ വൃക്ഷത്തടി ഉപയോഗിക്കുന്നു. So when they wave those wands in certain directions, they cast spells on people. They influence, they have power over human beings. ആകയാൽ ആ മന്ത്രവടി ഒരു പ്രത്യേകമായ ദിശയിൽ ചലിപ്പിക്കുമ്പോൾ അവർക്ക് മനുഷ്യരുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. So the wood they use is the wood from the holy tree. ആകയാൽ അവർ ഉപയോഗിക്കുന്നതായ ആ തടി എന്നത് ഈ ഹോളി ട്രീ എന്നുള്ളതായ മരത്തിൽ നിന്നാണ്. I'm asking you, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, what is that wood? എന്താണ് ആ വൃക്ഷം? What wood? Hollywood. Hollywood. Have you heard that name before? Hollywood. ആ ഹോളിവുഡ് എന്ന പേര് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? Why is it that the film industry is named after the wood that is used to make magic wands? മന്ത്രവാദികൾ മന്ത്രവടി നിർമ്മിക്കുവാൻ ഉപയോഗിച്ചതായ ആ വൃക്ഷത്തിന്റെ പേരിൽ ഇന്നത്തെ ചലച്ചിത്ര ലോകം അറിയപ്പെടുന്നതിന്റെ കാരണം എന്ത്? That name is not there by accident. ഇത് യാദൃശ്ചികമായി ആവിർഭവിച്ചതല്ല. Many of the owners of the film industry are all involved in magic. ചലച്ചിത്ര ലോകത്തിന്റെ ഉടമകളിൽ പലരും തന്നെ ഈ ദുർമന്ത്രവാദത്തിൽ മുഴുകുന്നവരാകുന്നു. Like Walt Disney. ഉദാഹരണം വാൾട്ട് ഡിസ്നിയെ പോലെ. There's a man who called Steven Spielberg who has been a producer of so many movies even today. He's also involved in those areas. ഇന്നും എത്രയോ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നതായ സ്റ്റീവൻ സ്പിൽബർഗ് അവനും ഈ വിധമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവനാണ്. So many of these filmmakers and directors and the owners of these areas are all involved in magic and Satan worship. ആകയാൽ ഈ ചലച്ചിത്ര നിർമ്മാതാക്കൾ സംവിധായകർ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ അവർ ദുർമന്ത്രവാദത്തിൽ കുടുങ്ങുന്നവരാകുന്നു. I told you how that Walt Disney belonged to a secret society. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, വാൾട്ട് ഡിസ്നി ഒരു രഹസ്യ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവനാണ്. I am not going to tell the name because even in Kerala, even in Tamil Nadu, in many parts of India, those members are here. അതിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭാരതത്തിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഇവിടെ ധാരാളം അംഗങ്ങൾ അതിൻ്റെതായിട്ടുണ്ട്. And every day people are becoming members of that secret society not knowing what's inside. അതിന്റെ അകത്ത് എന്താണെന്ന് അറിയാതെ തന്നെ ആ രഹസ്യ സമൂഹത്തിൽ ഇന്ന് അനേക ആളുകൾ ദിവസം പ്രതി അംഗത്വം എടുക്കുന്നുണ്ട്. I've seen many of their places myself. ഞാൻ തന്നെ അവരുടേതായ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. So outside they are something else, but deep inside they are something else. പുറമേ അവർ ഒന്നാണ്, എന്നാൽ അകമേ അവർ മറ്റൊന്നാണ്. Outside they are just involved in kind of singing and meditation and some kind of philosophy and let's be one and all that, but deep inside there is Satan worship. പുറമേ ചില നൂതനമായ ആശയങ്ങൾ, ധ്യാനങ്ങൾ, പാട്ടുകൾ, എല്ലാവരും ഒന്നായി തീരാമെന്നുള്ളതായ തത്വങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു, എന്നാൽ അകമേ അവർ മറ്റൊന്ന് ചെയ്യുന്നു. So what are these magicians and Satan worshippers doing with the Hollywood industry? ആകയാൽ ഈ ദുർമന്ത്രവാദികളും സാത്താന്യ ആരാധനക്കാരും ഈ ഹോളിവുഡ് വ്യവസായത്തിൽ ചെയ്യുന്നത് എന്താണ്? Just like a magician waves his wand to cast spells on people, we are going to use the film industry to entertain people, and while entertaining them, mesmerize them, brainwash them and control their minds. ഈ മന്ത്രവടി ഉപയോഗിച്ച് ആളുകളെ ഒരു മാസ്മരികമായ വലയത്തിൽ എത്തിക്കുവാൻ ദുർമന്ത്രവാദികൾ ശ്രമിക്കുന്നത് പോലെ ഇന്നത്തെ ഈ ചലച്ചിത്ര ലോകത്തിൽ ഉള്ളവർ ആളുകൾക്ക് വിനോദം നൽകി അവരെ ആ മാസ്മരികതയിലാക്കി മാറ്റുന്നു. So many statements made in the movies by the heroes, so many philosophies presented in the movies, so many symbols that appear in the movies have all double meaning, satanic meanings, and inside them are so many subtle philosophies that will slowly be absorbed by human beings without their knowledge. ഇന്നത്തെ ചലച്ചിത്രങ്ങളിൽ അവർ അവതരിപ്പിക്കുന്നതായ പല ആശയങ്ങൾ, ആ ചലച്ചിത്രത്തിൽ പറയുന്നതായ ചില സംഭാഷണങ്ങൾ, അവർ അവതരിപ്പിക്കുന്നതായ ചില ചിഹ്നങ്ങൾ, ചില തത്വങ്ങൾ എല്ലാം തന്നെ മനുഷ്യർ അറിയാതെ ഇവരുടെ നിഗൂഢമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നവയാകുന്നു. Now you may have had this experience. നിങ്ങൾക്ക് ഒരുപക്ഷെ വിധമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. Supposing you're going by bus one day and you reach home and you start humming a tune. നിങ്ങൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു ഈണം മൂളിക്കൊണ്ടിരുന്നിരിക്കാം. And you're suddenly humming a tune and you say, why did I start humming this tune suddenly? നിങ്ങൾ അറിയാതെ ആ ഈണം മൂളുമ്പോൾ നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പാട്ട് മൂളിയത്. And you go backwards, you will realize that when you were traveling by bus, in somewhere those speakers were on and that song was being sung. It got inside without your knowledge and came with you in the bus, and when you reached home you're humming the tune.
പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾ ബസ്സിൽ വരുമ്പോൾ എവിടെയോ ഒരു സ്പീക്കറിൽ കൂടെ നിങ്ങൾ ആ പാട്ടിന്റെ ശകലം കേട്ടു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കടന്നു വന്നു. നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ അറിയാതെ അത് മൂളി. So that's called subliminal entry of messages. That means without your conscience realizing that it has come in, without your knowledge, it gets into the ears and registers inside. നിങ്ങളുടെ അറിവ് കൂടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ അബോധാതലത്തിലേക്ക് അത് പ്രവേശിച്ച് അവിടെ അത് പതിഞ്ഞു പോകുന്നതായ അനുഭവം. So the psychologists and psychiatrists, knowing this, they are involved in movies. Just imagine, they discuss with movie producers and movie producers discuss with them how human beings and movie watchers can be influenced by our movies without their knowledge. ആകയാൽ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും തന്നെ അവർ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്ത് ഈ സിനിമകൾ കാണുന്നവർ അറിയാതെ തന്നെ അവരുടെ മസ്തിഷ്കത്തെ എങ്ങനെ സ്വാധീനിക്കുവാൻ ഇവയെ ഉപയോഗപ്പെടുത്താമെന്ന് ശ്രമിക്കുന്നു. So what are they doing? അവർ ചെയ്യുന്നത് എന്താകുന്നു? Without people knowing, they are influencing people and turning their minds and making them think the way those men are thinking. ആളുകൾ അറിയാതെ തന്നെ ഈ ആളുകൾ എന്ത് ചിന്തിക്കുന്നുവോ ആ നിലയിൽ ജനസമൂഹം ചിന്തിക്കത്തക്കതായ നിലയിൽ അവരുടെ മസ്തിഷ്കത്തെ, അവരുടെ ചിന്തയെ ഇവർ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നു. One Hollywood director said, ഒരു ഹോളിവുഡ് സംവിധായകൻ ഇപ്രകാരം പറഞ്ഞു, we are not interested in what the people like. ജനങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. We want to spoil their brains. അവരുടെ ആ തലച്ചോറിനെ ഞങ്ങൾ നശിപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. So look at the wickedness of the people. They are used while they are entertaining you, they are playing with your minds. ആകയാൽ നിങ്ങൾക്ക് അവർ വിനോദങ്ങൾ നൽകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സുമായി അവർ പ്രവർത്തിക്കുവാൻ, അതേ മനസ്സിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാൻ ശ്രമിക്കുന്നു. We'll see a little of this what's going on a little later. എന്താകുന്നു സംഭവിക്കുന്നത് ഇതിനെ കുറിച്ച് നമുക്ക് അല്പം കൂടെ കഴിഞ്ഞ് ചിന്തിക്കാം. So those who are involved in producing the movies and directing the movies and acting in the movies, many are demon possessed. ആകയാൽ ചലച്ചിത്ര നിർമ്മാണം, സംവിധാനം, അഭിനയം ഇതുമായി ബന്ധപ്പെട്ടവർ അനേകർ പിശാച് ബാധിതരാകുന്നു. One actor said, ഒരു നടൻ ഇപ്രകാരം പറഞ്ഞു, he told another actor, when you act, I see an energy go inside you and I want that energy. അദ്ദേഹം മറ്റൊരു അഭിനേതാവിനോട് പറഞ്ഞത്, നീ അഭിനയിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ഒരു ഊർജം ഞാൻ കാണുന്നുണ്ട്, എനിക്ക് അത് വേണം. So I am doing some mantras to tap that energy. ആകയാൽ നിന്റെ ആ ഊർജം ചോർത്തിയെടുക്കുവാൻ ഞാൻ ചില മന്ത്രപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. So that's why I tell you, all these entertainments are not there by accident. They're not here just to give fun to human beings. They are here to trap human beings. ആകയാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ സിനിമകൾ എന്ന് പറയുന്നത് ആകസ്മികമല്ല, മനുഷ്യർക്ക് ചില നേരം പോക്കുകൾ നൽകുവാൻ വേണ്ടിയല്ല, മാനവരാശിയെ ചതിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുന്നതാണ്. Wasn't that man of God right about whom I told you yesterday? He said, God cannot give a happiness apart from himself because it does not exist. There's no such thing. ആകയാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആ ദൈവപുരുഷന് പ്രകാരം എഴുതിയത്, ദൈവത്തിൽ നിന്ന് അകന്നതായ ഒരു സന്തോഷത്തെ മനുഷ്യന് നൽകുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരിക്കലും ശാശ്വതമല്ല, അങ്ങനെ ഒന്നിനും ഒരു അസ്തിത്വമില്ല. All that happiness that this world is giving is dangerous, deceptive and devilish. ആകയാൽ ലോകം നൽകുന്നതായ എല്ലാ സന്തോഷവും തന്നെ അത് അപകടകരമാണ്, അത് ചതിക്കുന്നതാണ്, അത് പിശാചിന്റേതാണ്. So these rich and influential demon possessed people are slowly using the influence to mold the minds of every human being so that everyone might think like they think. ആകയാൽ ഈ പിശാച് ബാധിതരായ ആളുകൾ തങ്ങളുടെ ആ സ്വാധീനം, തങ്ങളുടെ കഴിവുകൾ എല്ലാം തന്നെ തങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതേ നിലയിൽ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഇതിനെയെല്ലാം ഉപയോഗിക്കുന്നു. These are the people who have had the powers to insert the theory of evolution into science textbooks. അത് ശാസ്ത്രീയമായ പാഠപുസ്തകങ്ങളിൽ ഈ പരിണാമ സിദ്ധാന്തത്തെ ഉൾപ്പെടുത്തിക്കത്തക്കതായ സ്വാധീനം ഉള്ള ആളുകളാകുന്നു ഇവർ. When something is becoming science, it has to come out in a science journal. ഒരു കാര്യം ഒരു ശാസ്ത്രീയ സത്യമായി തെളിയിക്കപ്പെടണമെങ്കിൽ അത് സയൻസ് ജേർണലിൽ ആദ്യമായി വന്നിരിക്കുകയാണ്. That science journal will present the evidence. ആ സയൻസ് ജേർണൽ അതിൻ്റെതായ തെളിവുകളെ അവതരിപ്പിക്കുന്നു. But the theory of evolution has so many unanswered questions, so many missing links.
എന്നാൽ ഈ പരിണാമ സിദ്ധാന്തത്തിൽ ഉത്തരം കണ്ടെത്താനാവാത്ത അനേക ചോദ്യങ്ങളുണ്ട്, അനേക നഷ്ടപ്പെട്ട കണ്ണികൾ അതിലുണ്ട്. I've listened to so many debates between theists and atheists. ദൈവവിശ്വാസമുള്ളവരും നിരീശ്വരവാദികളും തമ്മിലുള്ള എത്രയോ വാദപ്രതിവാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. And the theist, the Christian, asks questions to the atheist which he cannot answer. The answer he gives is, we are working on it. We will soon find out the answer. നിരീശ്വരവാദികളോട് ദൈവവിശ്വാസികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. We will soon find the answer. എത്രയും വേഗത്തിൽ ഞങ്ങൾ ഉത്തരം കണ്ടെത്തും. Oh, so before you found the answer, you put it into the textbook of science. എന്നാൽ ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ സയൻസ് പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ അത് ചേർത്തല്ലോ. What's happening? സംഭവിക്കുന്നത്, so everybody reads this as though that's truth because scientists are saying it. It's been researched. എന്നാൽ ഇപ്പോൾ അത് ഗവേഷണ ഫലം എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഇതെല്ലാം തന്നെ ശാസ്ത്രീയ സത്യമായ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. So if this is true, that means there was no Adam and Eve. God did not make the heaven and the earth. The Bible is wrong. ഇത് സത്യമാണെങ്കിൽ ആദാമും ഹവ്വയും ഇല്ല, ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല, ബൈബിൾ വ്യാജമാണ്. So you see subtly how these books and this so-called science is brainwashing human beings so that they might lose their faith in God. ആകയാൽ ജനങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടേണ്ടതിനായി ഈ വിധമായി ശാസ്ത്രജ്ഞന്മാർ ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത് നമുക്ക് തന്ത്രപരമായി അവർ ചെയ്യുന്നത് കാണുവാൻ കഴിയും. I've got some more shocking news for you. നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടെ പറയുവാനുണ്ട്. World War I, World War II did not happen as we read in our history books. നാം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്ന നിലയിലല്ല ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടത്. They were created, they were deliberately started. അത് മനഃപൂർവമായി തുടങ്ങപ്പെട്ടതായ ഒന്നാകുന്നു. They were deliberately started by a particular secret society. ഒരു പ്രത്യേക രഹസ്യ സമൂഹം കണക്കുകൂട്ടി തുടങ്ങി വെച്ചെന്നാകുന്നു അത്. Their symbol is what you see here on the chart. അവരുടെ ആ ചിഹ്നം നമുക്ക് ഇവിടെ ഈ ചാർട്ടിൽ കാണാം. This symbol is on the reverse side of the US $1 bill. അവിടെ കാണുന്നതായ ചിഹ്നം എന്നത് യുഎസിന്റെ $1 കറൻസിയിൽ നമുക്കത് കാണാം. We will see more of that tomorrow. അതിനെക്കുറിച്ച് നാളെ അധികം നോക്കാം. So what I'm trying to say is, now if you want to really know if that is true, I can give you the source later on. അത് സത്യമാണ്. That this world wars were not as we read it in the history textbooks. Those are lies. We are studying lies and writing exams about lies. The truth is elsewhere. I'll give you the source if you want it. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ തെളിവുകൾ തരാം. നാം ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്ന ഈ യുദ്ധത്തിന്റെ കാരണങ്ങളും മറ്റും എല്ലാം തന്നെ വെറും കള്ളം മാത്രമാണ്. So the whole world is today believing in lies. ആകയാൽ ഇന്ന് മുഴു ലോകവും മൊത്തമായി കള്ളങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. Lies coming through education, lies coming through literature, lies coming through the television, lies coming through the movies. വിദ്യാഭ്യാസത്തിലൂടെ, സാഹിത്യത്തിലൂടെ, പാഠപുസ്തകങ്ങളിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ ഒക്കെയും തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. If you turn to 2 Thessalonians chapter 2, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ and read verse 10 10-ാം വാക്യം വായിക്കാം. and 11. 11 അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്കോ വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. And with all deceivableness of unrighteousness in them that perish, because they received not the love of the truth, that they might be saved. And for this cause God shall send them strong delusion, that they should believe a lie. One man said, ഒരു മനുഷ്യൻ പറഞ്ഞു, if a well packaged set of lies have been presented strong enough and loud enough and long enough. നോക്കുക, വളരെ നന്നായി ചമയിച്ചെടുത്തിരിക്കുന്നതായ, വളരെ നന്നായി പാക്ക് ചെയ്തിരിക്കുന്നതായ ഒരു വ്യാജം, അത് വളരെ മതിയായത്, വളരെ ബലമുള്ളത്, അത് ഏറെക്കാലം നിലനിൽക്കുവാൻ മതിയായത്. No, if a well packaged set of lies is packaged in such a way and presented strong enough and long enough and loud enough. നോക്കുക, വളരെ സ്നേഹിക്കത്തക്കതായ നിലയിൽ, ശക്തമായ നിലയിൽ, ധാരാളമായി എന്നേക്കും നിലനിൽക്കത്തക്കതായ നിലയിൽ ഒരു കൂട്ടം കള്ളങ്ങളെ നിങ്ങൾ ചേർത്ത് വയ്ക്കുന്നുവെങ്കിൽ, when the truth comes, സത്യം വരുമ്പോൾ, the one who speaks the truth will be counted a madman.
സത്യം വരുന്ന സമയത്ത് ആ സത്യത്തെ പറയുന്നതായ മനുഷ്യൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു ഭ്രാന്തനായി ഗണിക്കപ്പെടും. This is exactly what's happening in the world. ഇന്ന് ലോകത്തിൽ വാസ്തവമായി നടക്കുന്നത് ഇതാണ്. Everybody is buying those lies in those textbooks and in the media and the TV. Everybody is saying that it must be true. So when we Christians come to say, no, that's not the way, Jesus is the way, the truth and the life, you're mad. പാഠപുസ്തകങ്ങളിൽ, ടെലിവിഷനുകളിൽ, മറ്റു മാധ്യമങ്ങളിൽ കൂടി വ്യാജം, കള്ളം പ്രചരിപ്പിക്കപ്പെട്ട് എല്ലാവരും അതിനെ സർവാത്മന അംഗീകരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ വന്ന് യേശു ക്രിസ്തുവാകുന്നു വഴിയും സത്യവും ജീവനും എന്നുള്ള സത്യം ഘോഷിക്കുമ്പോൾ ആളുകൾ അവരെ നോക്കി പറയും, നിങ്ങൾക്ക് ഭ്രാന്താണ്. When so many educated people, wise people, intellectual people, rich people have all been deceived by these lies, we are so lucky, so fortunate that people like us, simpletons who could easily have been deceived, God has brought us to the knowledge of the truth. ഈ ലോകത്തിലെ എത്രയോ ദുഷ്ടശാലികൾ, എത്രയോ പണ്ഡിതന്മാർ, എത്രയോ അറിവുള്ളവർ, അവർ ഈ വ്യാജത്താൽ ചതിക്കപ്പെട്ടിരിക്കെ എളുപ്പത്തിൽ ചതിക്കപ്പെടത്തക്കതായ നിലയിൽ എളിയവരായ നമുക്ക് ഈ വലിയ സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവം അവസരം തന്നെങ്കിൽ നാം എത്രയോ ഭാഗ്യവാന്മാർ. Shall we close our eyes for a moment? ഒരു നിമിഷത്തേക്ക് നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. We really need to be grateful to our Jesus for guiding us into all truth. നമ്മെ സകല സത്യത്തിന് വഴി നടത്തിയ യേശുവിനോട് നാം എത്രയോ നന്ദിയുള്ളവരായിരിക്കണം. We are so fortunate to know what's going on around us. നമ്മുടെ ചുറ്റിലും നടക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുവാൻ നാം വാസ്തവത്തിൽ ഭാഗ്യവാന്മാരായിരിക്കുന്നു. How many of you believe that the Bible is true? ബൈബിൾ സത്യമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? How many believe that every word written in this Bible is true? ബൈബിളിൽ എഴുതപ്പെട്ട ഓരോന്ന് സത്യമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? How many will say that all that is mentioned in those science textbooks about creation, about how the world came into existence, is false? ഈ ലോകം എങ്ങനെ നിലനിന്നു എന്നുള്ളതായ ഈ സൃഷ്ടിയെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതെല്ലാം വെറും കള്ളം മാത്രമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? Put up your hands. കരമുയർത്താം. This is a wisdom. ഇതാകുന്നു ജ്ഞാനം. God has chosen the foolish things of this world. ദൈവം ഈ ലോകത്തിലെ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. You know why? കാരണമറിയാമോ? To confound the things that are wise. ഈ ലോകത്തിലെ ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ. God has chosen foolish people like us, and we are going to see how the wisdom of the wise is going to fall and our foolishness in accepting Jesus is going to stand. ഈ ലോകത്തിലെ ജ്ഞാനമെല്ലാം ഭോഷത്വമായി അധപതിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ സ്വീകരിച്ചതായ നമ്മുടെ ജ്ഞാനം എങ്ങനെ നിലനിൽക്കുമെന്ന് കാണുവാൻ ഈ ഭോഷന്മാരായി നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. For this hidden wisdom that God has given us. ആ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിനായി. For the great grace that God has given us to know the truth. ഈ സത്യമറിയുവാൻ ദൈവം നമുക്ക് നൽകിയ ആ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി. Let's gratefully praise God. നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Stotram, 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 stotram. Thank you, Jesus. 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 Stotram, 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 stotram. So one thing we have to be very careful not to get deceived at a later point of time. പിന്നീടുള്ള ആ സമയത്ത് നാം ചതിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നാം വളരെ ജാഗരൂകരായിരിക്കേണ്ടതായ ഒരു കാര്യം. This Bible's the verse that we read said, you know why they were deceived? Because they loved not the truth. ബൈബിൾ ഇപ്പോൾ വേദപുസ്തകം പറയുന്നത് അവർ ചതിക്കപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ടില്ല. So when we listen to the words like this, ആകയാൽ ഈ വിധമായ ദൈവവചനങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ don't just listen to the word of God, love it. നിങ്ങൾ വെറുതെ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ വാസ്തവമായി അതിനെ സ്നേഹിക്കുക. When God speaks the truth to us, we should not just listen to it, we should love it. ദൈവം തന്റെ സത്യം നമ്മോട് സംസാരിക്കുമ്പോൾ നാം വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ല, നാം അതിനെ സ്നേഹിക്കണം. So when God's words are being spoken, if our heart resists, then be very careful. Some lie will enter in at some point of time and our eyes will be shut, we will believe it. ദൈവവചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിധമായ ഒരു എതിർപ്പ് അതിനോട് പ്രകടമാകുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, ഏതോ വിധമായ ഒരു വ്യാജം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സമയത്ത് അത് നമ്മെ കുരുടന്മാരാക്കി മാറ്റി നമ്മെ ചതിക്കും. So many hard truths are presented here. ഇവിടെ എത്ര വിധമായ കഠിനമായ സത്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. This church is popular for being strict. ഈ സഭ അതിന്റെ കാർക്കശ്യം നിമിത്തമായി എല്ലാവരും അറിയപ്പെടുന്നു. We are strict because we don't want a God's sheep to stray into this world and be trapped by this whore. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം വഴിതെറ്റി ലോകത്തിലേക്ക്
ബാബിലോണിലേക്ക് പോയി. ഈ മഹാവേശ്യാൽ ചതിക്കപ്പെടാതിരിക്കുവാൻ ഞങ്ങൾ ജനത്തോട് വളരെ കാർക്കശ്യം ചെലുത്തുന്നു. So when the word of God comes in its strictness, ആകയാൽ ദൈവത്തിന്റെ വചനം അതിന്റെ സകല കാർക്കശ്യത്തോട് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ, whether you find it difficult to live by it or not, love it. അതിന് പ്രകാരം ജീവിക്കുന്നത് നിങ്ങൾക്ക് വിഷമകരമായി തോന്നിയാലും ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായും അതിനെ സ്നേഹിക്കണം. Now we will see another part in which how this mystery Babylon, this whore, is influencing this world. ഈ ലോകത്തെ ഈ മഹാവേശ്യ, ഈ മർമ്മം മഹതിയായ ബാബിലോൺ ആളുകളെ ചതിക്കുന്നതിന്റെ മറ്റൊരു വശം നമുക്ക് ഇപ്പോൾ നോക്കാം. You look at the first picture there. അവിടെ ഒന്നാമത്തെ ചിത്രം കാണുന്നു. This is a statue. ഇത് ഒരു ബിംബം. It's part of a dream that a king of Babylon, King Nebuchadnezzar, saw one night. ഒരു രാത്രിയിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ കണ്ടതായ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണിത്. So he saw in his dream an image made of different metals. താൻ നോക്കിയപ്പോൾ വിവിധ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ഒരു പ്രതിമയെ തന്റെ സ്വപ്നത്തിൽ കണ്ടു. The head is of gold. അതിന്റെ തല തങ്കം കൊണ്ടുള്ളത്. The breast and arms are of silver. അതിന്റെ മാർവും അതിന്റെ ഭുജങ്ങളും വെള്ളി കൊണ്ടുള്ളത്. The belly and thighs are of brass. അതിന്റെ അരക്കെട്ടും തുടയും അത് താമ്രം കൊണ്ടുള്ളത്. The legs are of iron. അതിന്റെ കാലുകൾ ഇരുമ്പ് കൊണ്ടുള്ളത്. And the feet are an iron clay mixture. അതിന്റെ പാദം എന്നത് ഇരുമ്പ് കളിമൺ എന്നിവയുടെ ഒരു മിശ്രിതം. Most of you will know that this dream was interpreted by a Jewish slave called Daniel, and he said that these represent different empires that come one after the other. യഹൂദ അടിമയായ ദാനിയേൽ ഇത് ഒന്നിനു പിറകെ മറ്റൊന്നായി ആവിർഭവിക്കുവാൻ പോകുന്ന ഈ ലോക സാമ്രാജ്യങ്ങളെ കാണിക്കുന്നതിന് അവൻ വ്യാഖ്യാനം ചെയ്തത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. So the king, when he saw that dream, when he woke up, he forgot the dream. He forgot the dream and was troubled. എന്നാൽ രാജാവ് ഈ സ്വപ്നം കണ്ടിട്ട് ഉണർന്നപ്പോൾ അവൻ ആ സ്വപ്നം മറന്നുപോയി. അവൻ ആകെ ഭ്രമിച്ചു. And he said, I will believe the interpretation of the one who tells me what the dream is. ആകയാൽ ആ സ്വപ്നം എന്താണെന്ന് പറയുന്നവൻ പറയുന്ന വ്യാഖ്യാനം മാത്രമേ ഞാൻ വിശ്വസിക്കൂ. That's when Daniel came up and prayed and got the dream and the interpretation. അങ്ങനെ ദാനിയേൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവം അവന് ആ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്തി കൊടുത്തു. So he says in Daniel chapter 2, ആകയാൽ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ അവൻ പറയുന്നത്, read the last line of verse 38. 38-ാം വാക്യത്തിന്റെ അവസാന വരി മാത്രം. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. Thou art this head of gold. So this is what the interpreter Daniel, the slave, the Jewish slave, is telling the king. O king, you saw this dream, you saw that head portion of gold, you are that head of gold. യഹൂദാടിമയായ ദാനിയേൽ രാജാവിനോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സ് തന്നെ. Now read the next verse. അടുത്ത വാക്യം ഇപ്പോൾ വായിക്കാം. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും. And after thee shall arise another kingdom inferior to thee. So when this king heard this, രാജാവ് ഇത് കേട്ടപ്പോൾ, so after me another kingdom is going to rise. എനിക്ക് ശേഷം മറ്റൊരു രാജ്യത്വം ആവിർഭവിക്കുമോ? So he got a fear and he was troubled. അവന്റെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടായി. അവൻ ഭ്രമിച്ചു. And in the next chapter, what does he do? അടുത്ത അധ്യായത്തിൽ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? He makes an image. അവൻ ഒരു പ്രതിമ, ഒരു ബിംബം ഉണ്ടാക്കി. But this is full gold. എന്നാൽ ഇത് മുഴുവനും തങ്കം കൊണ്ടുള്ളത്. What does that mean? അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്, I won't let anyone rule after me. I must rule to the end. എനിക്ക് ശേഷം ആരും ഭരിക്കുവാൻ അനുവദിക്കുകയില്ല. അന്ത്യത്തോളം ഞാൻ തന്നെ ഭരിക്കും. And he calls all the officers and says, all of you bow before it. Anyone does not bow, I'll throw you into the furnace. അവൻ സകല ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി, എല്ലാവരും ഇതിനെ നമസ്കരിക്കണം. നിങ്ങൾ ആരും നമസ്കരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീച്ചുളയിലിട്ട് കളയും. If you read that chapter carefully, it's not the public who is asked to bow. It's the officials, the people in the various rungs of the government. They are the ones who are asked to bow. ആ അധ്യായം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ പൊതുജനത്തോടല്ല അതിനെ നമസ്കരിക്കുവാൻ പറയുന്നത്. അതിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ ശ്രേണിയിലുള്ളതായ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് അതിനെ നമസ്കരിക്കുവാൻ പറയുന്നത്. Why? കാരണം because if a next kingdom comes, then resistance will come from amongst these people, because I have the whole world now in my control. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ മുഴു ലോകവും എന്റെ നിയന്ത്രണത്തിലാണ്. അടുത്ത രാജ്യം ഒന്ന് വന്നാൽ ഈ ആളുകളിൽ നിന്നാകണം എതിർപ്പ് വരേണ്ടത്. So I'm going to find out who is that. അതുകൊണ്ട് അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. I'm going to build an image full gold. That means I will be there forever. ഞാൻ മുഴുവനും സ്വർണം കൊണ്ടുള്ളതായ ഒരു ബിംബം പണിയും. അതിന്റെ അർത്ഥം എന്തെന്നാൽ എന്നും എന്നേക്കും ഞാൻ മാത്രം
So you see, it's a rebellion against God. നോക്കുക, അത് ദൈവത്തോട് ഒരു മത്സരമാകുന്നു. So just like in Babel, Nimrod rebelled against God. Now Nebuchadnezzar is rebelling against God. അവിടെ ബാബേലിൽ നിമ്രോദ് ദൈവത്തിന് വിരോധമായി നിന്നതുപോലെ ഇവിടെ നെബൂഖദ്നേസർ ദൈവത്തിന് വിരോധമായി എഴുന്നേൽക്കുന്നു. This is also Babylon. ഇതും ബാബിലോൺ തന്നെയാണ്. So when God says your kingdom will change and someone else will come, instead of saying be it so Lord, amen, instead of saying no, I must rule till the end. നിന്റെ രാജ്യത്വം മാറി മറ്റൊരു രാജ്യത്വം വരുമെന്ന് പറയുമ്പോൾ കർത്താവേ എങ്ങനെയാണോ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്നതിന് പകരമല്ല, ഞാൻ തന്നെ മാത്രമേ എന്നേക്കും ഭരിക്കൂ. So that golden image is a rebellion against God. ആകയാൽ ഈ സ്വർണ്ണ പ്രതിമ ദൈവത്തിന് വിരോധമായ ഒരു മത്സരം. Now you see this golden image. ഇപ്പോൾ നിങ്ങൾ ഇവിടെ മറ്റൊരു സ്വർണ്ണബിംബം കാണുന്നു. It's just like this image. ഇത് അതുപോലെ തന്നെയുള്ള ഒന്ന്. Full gold, like the image that Nebuchadnezzar made. നെബൂഖദ്നേസർ നിർമ്മിച്ചതുപോലെ മുഴുവനും സ്വർണം കൊണ്ടുള്ളത്. Anyone knows what that is? ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? It's the Oscar award. ഇത് ഓസ്കാർ അവാർഡ് ആകുന്നു. It's the award that people in the film industry get every year for their good acting and direction and so on. ചലച്ചിത്ര രംഗത്തുള്ള ആളുകളുടെ നേട്ടത്തിനായി ഓരോ വർഷം ലഭിക്കുന്നതായ ഒരു അവാർഡ്. Why in they give so many awards in universities and schools? Why do they have to give a golden statue with hands like this? നോക്കുക, എത്രയോ വിധമായ അവാർഡുകൾ യൂണിവേഴ്സിറ്റികളെല്ലാം നൽകുമ്പോൾ ഇപ്പോൾ ഇവിടെ കരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചതായ ഒരു സ്വർണ്ണബിംബം ഇങ്ങനെ അവാർഡായി കൊടുക്കുവാൻ കാരണം they could have given a shield which they give in so many places. Why they give a statue like this? എത്രയോ സ്ഥലങ്ങളിൽ നൽകുന്ന ഫലകങ്ങൾ പോലെ ഒന്ന് നൽകാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിമ നൽകുന്നു? It's not by accident. ഇതും ആകസ്മികമല്ല. It's designed. ഇത് അതിനു വേണ്ടി ഉരുവാക്കിയതാണ്. It's a rebellion against God. ദൈവത്തോടുള്ള ഒരു മത്സരമാകുന്നു. In the film industry there's a secret symbolic rebellion against God. We don't want that Jesus. ചലച്ചിത്ര ലോകത്തിലും യേശുവിനെ വേണ്ട എന്ന് അവർ പ്രതീകാത്മകമായി മത്സരിക്കുന്നു. One actress, when she got this award, ഒരു ഈ അവാർഡ് ലഭിച്ചതായ ഒരു അഭിനേത്രി, she lifted up this she held that in her hand, the award, അവൾ ഈ അവാർഡ് തന്റെ കയ്യിൽ പിടിച്ചു and said some people give all the glory of their achievements to Jesus. അനേക ആളുകൾ തങ്ങളുടെ സകല നേട്ടങ്ങളും മഹത്വമെല്ലാം കർത്താവായ യേശുവിനെ അർപ്പിക്കുന്നു. I want to tell you that this has nothing to do with Jesus. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. This is my God, she said, and lifts up that statue. ഇതാകുന്നു എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ പ്രതിമയെ ഉയർത്തിപ്പിടിച്ചു. That's the rebellion against God going on. ദൈവത്തിന് വിരുദ്ധമായി ഉളവാകുന്ന മത്സരമാകുന്നു ഇത്. So you see Babel hidden here, again rebelling against God. ആകയാൽ ദൈവത്തോട് മത്സരിക്കുന്നതായ ബാബേൽ ഇതിലും നിഗൂഢമായി മറഞ്ഞിരിക്കുന്നത് കാണാം. Now we will look at another rebellion against God. ദൈവത്തിന് വിരുദ്ധമായി മറ്റൊരു മത്സരത്തെ നമുക്കിപ്പോൾ നോക്കാം. If we turn to Revelation chapter 17, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ you will see there a beast. അവിടെ ഒരു മൃഗത്തെ കാണാം. Look at this woman sitting on a beast in the chart. അവിടെ ഈ ചാർട്ടിൽ ആ സ്ത്രീ ഇരിക്കുന്ന ആ മൃഗത്തെ നോക്ക്. That beast has 10 horns. ആ മൃഗത്തിന് 10 കൊമ്പുണ്ട്. Now you'll read about those 10 horns. ആ 10 കൊമ്പിനെ കുറിച്ച് ഇപ്പോൾ വായിക്കാം. Read 17:12. 17:12. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. And the 10 horns which thou sawest are 10 kings which have received no kingdom as yet, but receive power as king 1 hour with the beast. Most of us know already that this represents the European Union. നമ്മിൽ മിക്കവർക്കും മുൻപേ അറിയാവുന്നതാണ്, ഇത് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധാനം ചെയ്യുന്നു. So in Europe many countries are getting together and forming a union. യൂറോപ്പിൽ അനേക രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഒരു യൂണിയൻ ഉളവാക്കുന്നു. They all have one currency called the euro. അവർക്ക് എല്ലാവർക്കും തന്നെ പൊതുവായി യൂറോ എന്നൊരു കറൻസി ഉണ്ട്. With one visa you can go across all these countries. ഒരു വിസ വെച്ചുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലൂടെ നീളം സഞ്ചരിക്കാം. But today there are about 28 countries who form this union, the European Union, EU. എന്നാൽ ഇന്നത്തെ ഈ യൂറോപ്യൻ യൂണിയനിൽ EUവിൽ ഇപ്പോൾ 20 രാജ്യങ്ങൾ അംഗത്വം നേടുന്നുണ്ട്. So according to this prophecy, of these 28, 10 are going to be the most powerful. They are the 10 horns. എന്നാൽ ദൈവവചന പ്രകാരം ഈ
20 രാജ്യങ്ങളിൽ 10 രാജ്യങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കും. അവയാണ് ഈ 10 കൊമ്പുകൾ. So this verse prophesies that 10 nations are going to get together and become very powerful and influential and are going to support the Antichrist. ആകയാൽ ഈ വാക്യം പ്രവചിക്കുന്നത് എന്തെന്നാൽ എതിർ ക്രിസ്തുവിനെ പിന്തുണ നൽകത്തക്കതായ നിലയിൽ ഈ 10 രാജ്യങ്ങൾ ഒരു വലിയ സ്വാധീന ശക്തിയായി വലിയൊരു ശക്തിയായി മാറും. You look at this picture. ഈ ചിത്രം ഒന്ന് നോക്കുക. You see the Tower of Babylon, half built, left off, abandoned. പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടതായ ഈ ബാബേൽ ഗോപുരം. Just note these steps in the incompletion. ഇതിന്റെ അപൂർണമായ അവസ്ഥയിലെ ആ പടികൾ നോക്കുക. One floor is left off at one stage, another floor is left off at another stage, another floor left off at another stage. അതിന്റെ ഒരു നില അടുത്തതിൽ വന്ന് വിട്ടിരിക്കുന്നു. അങ്ങനെ പടിപ്പടിയായി പോയിരിക്കുന്നു. Now look at this building. ഈ കെട്ടിടത്തെ നോക്കുക. You'll see a similarity just like this. അതിനോട് സാമ്യം നമുക്ക് ഈ കെട്ടിടത്തിൽ കാണാം. This is a finished building, but it looks as though it's unfinished. ഇത് പണി പൂർത്തീകരിക്കപ്പെട്ടതായ ഒരു കെട്ടിടമാണെങ്കിലും പണി തീരാത്തതുപോലെ തോന്നിപ്പിക്കുന്നു. You see this story, this particular floor is finished here. ഇവിടെ നോക്കുക, ആ നില അവിടെ അതിന്റെ പണി തീർന്നു. This particular floor is finished, little bit is finished here and little bit is finished there. ഇവിടെ നോക്കുമ്പോൾ ഈ നില വന്ന് അതിന്റെ അല്പമായി ഈ ഭാഗത്തായി അതിന്റെ പണി തീർന്നിരിക്കുന്നു. Then you see this floor is finished here and the rest seems to be incomplete. നോക്കുക, അടുത്തതായി ഈ നില അത് ഇവിടെ തീരുന്നുവെങ്കിലും അത് പണി തീരാത്തതുപോലെ ദ്യോതിപ്പിക്കുന്നു. So it's designed like the Tower of Babel. ആകയാൽ ബാബേൽ ഗോപുരം പോലെ തന്നെയാണ് ഇതിന്റെയും രൂപരേഖ. You know what is that building? ഈ കെട്ടിടം ഏതെന്നറിയാമോ? It's the EU Parliament. ഇതാകുന്നു യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ്. Why is it that they built it like the Tower of Babel? എന്തുകൊണ്ടാണ് ബാബേൽ ഗോപുരത്തിന് സമാനമായ ഒരു കെട്ടിടം നിർമ്മിച്ചത്? Is this all a coincidence, an accident? ഇവയെല്ലാം തന്നെ ഒരു യാദൃച്ഛികമായ ആകസ്മികമായ സംഭവമാണോ? It's all deliberate. It's all the symbol of a rebellion against God. ഇതെല്ലാം തന്നെ കരുതിക്കൂട്ടി ചെയ്തതാണ്, ദൈവത്തോടുള്ള മത്സരത്തിന്റെ പ്രതീകമാണ്. And when we say rebellion against God, it's not any God, it's about the Christian God. നോക്കുക, ദൈവത്തോടുള്ള മത്സരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവത്തോടല്ല, ക്രിസ്ത്യാനികളുടെ ദൈവത്തോട്. See, today there are many, it's a new atheism is rising up in these last days. ഈ നാളുകളിൽ ഒരു പുതിയ വിധമായ ഒരു നിരീശ്വരവാദം ആവിർഭവിക്കുന്നു. See, if supposing I'm looking for God, ഉദാഹരണമായി ഞാൻ ദൈവത്തെ തിരയുന്നവനാകുന്നുവെങ്കിൽ, I look everywhere, I look in the books, I look in the libraries, I look in nature, I look in science, and I'm not convinced there's a God, so I say there's no God. ഞാൻ പുസ്തകങ്ങളിൽ, ലൈബ്രറിയിൽ, മറ്റു പ്രകൃതിയിലെല്ലാം ദൈവത്തെ തിരയുന്നുവെങ്കിലും എനിക്ക് അതിൽ തൃപ്തി ലഭിച്ചില്ല, ഞാൻ കണ്ടെത്തിയില്ല, ഞാൻ പറയുന്നു ദൈവമില്ല. So if this brother comes and tells me, you know there's a God, I'll say, get lost man, I've tried, I've searched, and please don't talk to me about this. ഈ സഹോദരൻ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ഇല്ല, ഞാൻ എല്ലാം പരീക്ഷിച്ചു, ശ്രമിച്ചു, ഒന്നും കണ്ടെത്തിയില്ല, അതങ്ങ് പോകട്ടെ. So what will I do? ഞാൻ പിന്നീട് എന്ത് ചെയ്യും? Hereafter I'll ignore God. ഇതിനുശേഷമായി I will ignore. ഞാൻ ദൈവത്തെ അവഗണിക്കും. So I won't be bothered about going to a church or to a temple or to a place of worship or reading a religious book. I live my life as I want. ആരാധന സ്ഥലങ്ങളെ കുറിച്ച് ചിന്തിക്കുകയില്ല, അവിടെ പോവുകയില്ല, ഞാൻ അങ്ങനെയുള്ളതായ വേദപുസ്തകങ്ങളൊന്നും വായിക്കുകയില്ല, എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാൻ തുടങ്ങും. That's a real atheist. ഇതാകുന്നു യഥാർത്ഥമായ നിരീശ്വരവാദം. Today's atheists, what are they doing? എന്നാൽ ഇന്നത്തെ നാസ്തികർ ചെയ്യുന്നത് എന്താണ്? They are not just saying no God. ദൈവമില്ലെന്ന് പറഞ്ഞു വിടുന്നില്ല. Please leave me alone, I don't believe in God, let me live my life as I like. That's not their attitude. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, എന്റെ പാട്ടിന് വിടുക, എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ ജീവിക്കാം, ഇതല്ല അവർ ഇന്ന് ചെയ്യുന്നത്. They will stand on stage and say there is no God. They will write books about there is no God. They will conduct debates about there is no God. Why are they so fervent about that? അവർ സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് ദൈവമില്ല എന്ന് വളരെ രൂക്ഷമായ നിലയിൽ പ്രതികരണങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവർ ഇത്രത്തോളം അതിൽ തീക്ഷ്ണത കാണിക്കുന്നത്? So it's not there is no God. It's not that. It's not this new atheism is not there is no God. ഇവിടെ ഇപ്പോഴത്തെ പുതിയ നിരീശ്വരവാദത്തിൽ ദൈവമില്ല എന്ന് പറയുന്നതല്ല. It is I hate you God. നിന്നെ ഞാൻ വെറുക്കുന്നു, ദൈവമേ നിന്നെ ഞാൻ വെറുക്കുന്നു. So they will say I don't believe in God because there is some hatred that has risen. That's called the anti-Christian attitude. ക്രിസ്തു വിരുദ്ധമായ ഒരു മനോഭാവം ഉണ്ടായിട്ട് അവർ ദൈവത്തെ വെറുക്കുന്നതായ, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവം വരുന്നു. In one book, one atheist, he said the God of the Bible is cruel,
terrible, horrible, and he wrote a line of adjectives. ഒരു നിരീശ്വരവാദി തന്റെ പുസ്തകത്തിൽ ബൈബിളിലെ ദൈവം വളരെ ക്രൂരനാണ്, വളരെ നീചനാണ്, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു. If you don't believe in God, just go on with your work. Why do you have to write 100 adjectives against that God? As though he is there, he is troubling you. He seems to be troubling you, isn't it? നോക്കുക, ദൈവമില്ല എന്ന് പറയും, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ടതല്ലയോ? എന്നാൽ ദൈവത്തിന് വിരോധമായുള്ള എത്രയോ പദപ്രയോഗങ്ങൾ നടത്തുന്നു. അവൻ വന്ന് നിങ്ങളെ വിഷമിപ്പിക്കുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? അവൻ ഇല്ലെന്നാണല്ലോ പറയുന്നത്. That is the work of this whore. അതാകുന്നു ഇന്നത്തെ ഈ വേശ്യയുടെ പ്രവൃത്തി. Not simply there is no God, but hate the real God. ദൈവമില്ല എന്ന് പറഞ്ഞു വിടുകയല്ല, സത്യ ദൈവത്തെ പകയ്ക്കുക. So today in these last days, it's not atheism, that the actual atheism where there is no God is reducing. It's a new kind of spirituality that's rising up. ആകയാൽ ദൈവമില്ല എന്ന് പറഞ്ഞു കേട്ടിരുന്നതായ യഥാർത്ഥമായ ആ നിരീശ്വരവാദം മാറിയുന്ന ഒരു പുതിയൊരു ആത്മീയ തലത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു. So as this world is getting more and more rebellious against the true God, ആകയാൽ ഇന്നത്തെ ലോകം സത്യ ദൈവത്തിന് വിരോധമായി അധികം മത്സര്യമുള്ളവരായി തീരുമ്പോൾ many of these elite of Satan, the chosen ones of Satan, are already in contact with Satan. ഇന്നത്തെ സാത്താന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സാത്താനുമായി ബന്ധം പുലർത്തുവാൻ സന്നദ്ധരായിരിക്കുന്നു. So they are already conducting orgies, or they are conducting rites, certain rituals where they can contact these spirits. ആകയാൽ ഈ ദുരാത്മലോകവുമായി ബന്ധപ്പെടുവാൻ അവർ ഇന്ന് ചിലതായ ആഭിചാര ചടങ്ങുകൾ ആവിഷ്കരിച്ചിരിക്കുന്നു. Many politicians, many presidents of countries are already involved in these satanic secret rituals. അനേക രാഷ്ട്രീയ നേതാക്കൾ ഈ വിധമായ സാത്താന്യമായ ആരാധനയിൽ ഇന്ന് രഹസ്യമായി ഇടപെടുന്നു. So there's a lot of symbolism going on. There's a lot of symbols. ആകയാൽ ഇതിൻ്റെതായ പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ നമുക്ക് ധാരാളമായി കാണാം. Some of you may have seen a symbol like this. ഇങ്ങനെയുള്ളതായ ചിഹ്നം നിങ്ങളിൽ പലരും കണ്ടു കാണും. Many presidents and sports stars and actors, actresses, rock musicians, pop stars all use this symbol often. അനേക സ്പോർട്സ് താരങ്ങൾ, റോക്ക് മ്യൂസിഷ്യൻസ്, അനേക അഭിനേതാക്കൾ ഒക്കെയും തന്നെ ഈ വിധമായ ഒരു ചിഹ്നം കാണിക്കാറുണ്ട്. It's called the Il Cognuto sign. Il Cognuto. Il CORNUTO. Cognuto sign. Il Cognuto sign. Il Cognuto sign എന്ന് വിളിക്കപ്പെടുന്നു. What's this? What's the meaning of this? ഇതിന്റെ അർത്ഥം എന്താണ്? These 3 fingers represent the triune God. ഈ 3 വിരലുകൾ അത് ത്രിത്വ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. താഴെ മടങ്ങിയിരിക്കുന്ന These 2 fingers represent Satan's horns. ഈ ഉയർന്നിരിക്കുന്ന 2 വിരലുകൾ സാത്താന്റെ കൊമ്പുകളെ സൂചിപ്പിക്കുന്നു. This symbol means Satan will overpower the triune God. ഈ ചിഹ്നത്തിൽ നിന്ന് അവർ ദ്യോതിപ്പിക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ ശക്തിയെ സാത്താൻ കീഴ്പ്പെടുത്തും. So you see the war between God and Satan in symbols itself. ആകയാൽ സാത്താനും ദൈവവും തമ്മിലുള്ളതായ യുദ്ധത്തെ തന്നെ ഇത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. So those people whom everybody loves and who are in popularity, who are in the newspapers, who are in the magazines, who make everybody happy, are those people who are rebelling against the true God. ആകയാൽ ആളുകളെ സന്തോഷിപ്പിക്കുന്ന, ആവേശഭരിതരാക്കുന്ന, ജനപ്രീതി ആർജിച്ചതായ അനേകർ, നിങ്ങൾ മാഗസിനുകളിലും പത്രങ്ങളിലും കാണുന്നതായ അനേകർ, അവർ ദൈവത്തിന് വിരോധമായ മത്സരത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. So while the biggest part of the world is so busy with getting anti-God, isn't it true that the Bible says the mystery of iniquity is already at work? ലോകത്തിലെ അനേകർ ദൈവവിരുദ്ധരായി പ്രവർത്തിക്കുമ്പോൾ ബൈബിൾ പറയുന്നതായ സത്യമുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. But the Bible says in that same verse, read that, 2 Thessalonians chapter 2 and verse 7. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇപ്പോൾ വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. For the mystery of iniquity doth already work, only he who now letteth will let until he be taken out of the way. So the mystery of iniquity in so many ways, in designs, in symbols, in movies, in awards, in so many areas, in politics, it's already work. Everybody is busy, but someone is stopping them from taking full control.
ആകയാൽ ഈ അധർമ്മത്തിന്റെ മർമ്മം എന്നത് ചലച്ചിത്ര മേഖലകളിൽ മറ്റ് പല നിലകളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും അത് തിരക്കേറിയ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അത് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാതെ വണ്ണം തടയുന്ന ഒരുവനുണ്ട്. That's the Holy Spirit. അത് പരിശുദ്ധാത്മാവാകുന്നു. So he's preventing the Antichrist and his elite ones and the innocent victims from getting into control because God hasn't finished his work as yet. ദൈവം തന്റെ പ്രവൃത്തിയെ ഇതുവരെ തികയ്ക്കാകയാൽ സാത്താനും അവന്റെ വലയത്തിൽ കുടുങ്ങിയവരും അവന്റെ ഇരകളുമായവർ അവർ ജയമെടുക്കാതെ വണ്ണം ഈ പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ടിരിക്കുന്നു. So he's telling this woman, ആകയാൽ അവൻ ഈ സ്ത്രീയോട് പറയുന്നത്, get ready fast, I'm coming quickly. എത്രയും വേഗത്തിൽ ഒരുങ്ങുക, ഞാൻ വേഗത്തിൽ വരുന്നു. There's no more time, I'm coming quickly. ഇനി സമയമില്ല, ഞാൻ വേഗം വരുന്നു. A few years ago, ചില വർഷങ്ങൾക്ക് മുൻപേ, I don't know if I've told this in some of the local studies, but one sister, one of our worker sisters in Nepal, she went in a trance to heaven. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയൂടാ, നമ്മുടെ നേപ്പാളിലുള്ളതായ സുവിശേഷ വേലക്കാരിയായ സഹോദരി താൻ ആത്മവിവശതയിൽ സ്വർഗത്തിലേക്ക് പോയി. And she heard the Father's voice in heaven and she saw Jesus. താൻ അവിടെ കർത്താവായ യേശുവിനെ കണ്ട് പിതാവിന്റെ ശബ്ദം ആ സ്വർഗത്തിൽ കേട്ടു. Jesus was crying and crying and crying. കർത്താവായ യേശു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. So she asked Jesus, why are you crying? അവൾ യേശുവിനോട്, കർത്താവേ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. Jesus said, look at the time. യേശു പറഞ്ഞു, നീ ആ സമയത്തിലേക്ക് നോക്കൂ. She saw a clock in heaven. അവൾ സ്വർഗത്തിൽ ഒരു ഘടികാരം കണ്ടു. It was 11:59 and 30 seconds. അത് 11:59 സെക്കൻഡ്. And there's only half a minute for 12. നോക്കുക, ഇനി ഒരു അരമിനിറ്റ് മാത്രമേ, half a minute, right? ഒരു അരമിനിറ്റ് മാത്രമേ ശേഷിപ്പുള്ളൂ. And Jesus told her, look at the time. There's only half a minute left for my coming, but nobody's ready. No one's even bothered about getting ready. നോക്കുക, എന്റെ വരവിന് ഇനി അരനിമിഷം മാത്രമേ ശേഷിപ്പുള്ളൂ, എന്നാൽ ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല, ആരും ഒരുങ്ങുന്നത് പോലുമില്ല. So no one is bothered about getting ready. No one's even concerned we must get ready. ഒരുങ്ങണമെന്നുള്ളതായ ആ ബോധം പോലും ചിന്ത പോലും പലർക്കുമില്ലാതെ പോയിരിക്കുന്നു. So that's why Jesus was crying. അതുകൊണ്ടാണ് യേശു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. And God, Father told us, say, go back and tell others what you saw. ആകയാൽ പിതാവായ ദൈവം പറഞ്ഞു, നീ ചെന്ന് നീ കണ്ടത് മറ്റുള്ളവരോട് പറയുക. Just 2 weeks ago, 2 ആഴ്ചകൾക്ക് മുൻപേ, in one of our local faith homes in Chennai, നമ്മുടെ ചെന്നൈയിലെ ലോക്കൽ ഫെയ്ത്ത് ഹോമുകളിൽ ഒന്നിൽ, in one Sunday there were 26 prophecies, all saying, behold, I come quickly. ഒരു ഞായറാഴ്ച 26 പ്രവചനമുണ്ടായി. ഇതിലെല്ലാം തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പ്രവചിച്ചു. So Jesus is coming very soon. ആകയാൽ യേശു വേഗം വരുന്നു. So he's telling his bride, don't get involved with that whore. ആകയാൽ അവൻ തന്റെ മണവാട്ടിയോട് പറയുന്നത്, നീ ആ മഹാവേശ്യയുമായി ബന്ധം പുലർത്തരുത്. Read in Revelation 18. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം. You see about the judgment of this Babylon, this whore. ഈ ബാബിലോണിലെ ഈ മഹാവേശ്യയുടെ ന്യായവിധിയെ നമുക്ക് അവിടെ കാണാം. She's called the habitation of devils, the hold of every foul spirit, and the cage of every unclean and hateful bird. അവിടെ വായിക്കുമ്പോൾ ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നവൾ. What is that unclean and hateful bird? അവിടെ വായിക്കുമ്പോൾ അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളും എന്നാൽ അർത്ഥം എന്താണ്? Some people today, big people, not ordinary people, presidents, politicians, senate members, they worship the owl. ഇന്ന് എത്രയോ പ്രശസ്തരായ ആളുകൾ, സാധാരണക്കാരല്ല, സെനറ്റ് മെമ്പർമാർ, പ്രസിഡന്റ്മാർ, അവരെല്ലാവരും തന്നെ ഈ മൂങ്ങായെ ആരാധിക്കുന്നു. In this picture, ഈ ചിത്രത്തിൽ you see an eye. അവിടെ ഒരു കണ്ണ് കാണാം. It's an eye of a bird. ഇത് ഒരു പക്ഷിയുടെ കണ്ണാണ്. It belongs to the eagle family. It's called a pelican. ഇത് കഴുകന്റെ കുടുംബത്തിൽപ്പെട്ടതായ പെലിക്കൺ എന്നതായ പക്ഷിയുടെ കണ്ണാകുന്നു. So this is also a symbol of worship. ഇതും ഒരു ആരാധനാ ചിഹ്നമാകുന്നു. So see Babylon, you see birds in Babylon, they're being worshipped. നോക്കുക, ബാബിലോണിൽ പക്ഷികൾ, അവരതിനെ ആരാധിക്കുന്നു. So now this Babylon is being judged, it's fallen. ഇപ്പോൾ ഈ ബാബിലോൺ ന്യായം വിധിക്കപ്പെട്ടു, അത് വീണുപോയി. But then you see another voice giving an invitation of people who are affected by this Babylon. എന്നാൽ നോക്കുക, ഇപ്പോൾ ഈ ബാബിലോണിനാൽ ബാധിതരായ ആളുകൾക്ക് നൽകപ്പെടുന്ന ഒരു ക്ഷണം, ഒരു ആഹ്വാനം കാണാം. Read verse 4. 4-ാം വാക്യം. 18:4. 18, വെളിപ്പാട് 18:4.
വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടുപോരുവിൻ. And I heard another voice from heaven saying, Come out of her, my people, that ye be not partakers of her sins, and that ye receive not of her plagues. You know what's going to happen? സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? If you read 17:2, 17:2 വായിച്ചാൽ, she is having a cup in her hand with wine in it. അവളുടെ കയ്യിൽ വീഞ്ഞുള്ളതായ ഒരു പാനപാത്രമുണ്ട്. You know what's that cup for? ആ കപ്പ് എന്തിനെ കാണിക്കുന്നു? അത് ഇതിനു വേണ്ടി. അത് ആ കപ്പ് എന്തിനു വേണ്ടി? It's not for her to drink, it's to make others drink. അത് അവൾക്ക് കുടിക്കുവാനുള്ളതല്ല, മറ്റുള്ളവരെ കുടിപ്പിക്കുവാൻ. Read that in verse 2. രണ്ടാം വാക്യം. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. Verse 1. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി. So here we read, she has made the inhabitants of the earth drunk with the wine of her fornication. She has made everyone drink from her wine. ഇവിടെ തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി, അഥവാ ഓരോരുത്തരെയും ഈ വീഞ്ഞ് അവൾ കുടിപ്പിച്ചു. What is this wine? എന്താകുന്നു ഈ വീഞ്ഞ്? The wine of movies. ഇത് ചലച്ചിത്രം എന്ന വീഞ്ഞ്. The wine of fashions. ഈ ലോകത്തിന്റെ ഫാഷനുകളാകുന്ന വീഞ്ഞ്. The wine of television. ടെലിവിഷൻ എന്ന വീഞ്ഞ്. The wine of amusements and games and sports all over this world. വിനോദങ്ങൾ, ഉല്ലാസങ്ങൾ, ഈ ലോകത്തിലെ സ്പോർട്സുകൾ, മറ്റുവിധമായ വീഞ്ഞ്. Everybody is going after it. എല്ലാവരും ഇതിന്റെ പിന്നാലെ പോകുന്നു. But what's going to happen? സംഭവിക്കാൻ പോകുന്നത് എന്താണ്? As she empties her cup in the mouth of all the inhabitants of the earth, ഈ ഭൂവാസികളുടെ വായിൽ വെച്ച് അവൾ ഈ കപ്പ് കുടിപ്പിച്ച് ഇത് പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. God is now going to tell her, now you show me that cup. ദൈവം അവളോട്, God is going to tell her, now you show me that cup. ഇപ്പോൾ നീ ആ പാനപാത്രം എനിക്ക് കാണിച്ചു തരിക എന്ന് ദൈവം അവളോട് പറയും. And God pours something into her cup and says, now you drink. ദൈവം ആ പാനപാത്രത്തിൽ മറ്റൊന്ന് പകർന്നിട്ട് ഇപ്പോൾ നീ അത് കുടിക്കണം എന്ന് പറയും. Read verse 18:6. 18:6 വാക്യം. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. Reward her even as she rewarded you, and double unto her double according to her works in the cup which she hath filled to her double. So this drink is called the wrath of God. ആകയാൽ ഇവിടെ ഈ പാനീയം എന്നത് ദൈവത്തിന്റെ ക്രോധം എന്ന് വിളിക്കപ്പെടുന്നു. You deceived everyone by giving everyone to drink your wine. Now you drink my wrath. ഇപ്പോൾ നീ എല്ലാവർക്കും നിന്റെ വീഞ്ഞ് കുടിപ്പിച്ച് നീ എല്ലാവരെയും ചതിച്ചുവല്ലോ. ഇപ്പോൾ എന്റെ ക്രോധമദ്യം നീ കുടിക്കുക. What is the meaning of that? അതിന്റെ അർത്ഥം എന്താണ്? All the judgment, all the entertainments of this world are going to be judged. ഈ ലോകത്തിലെ സകല വിനോദങ്ങളും തന്നെ ന്യായം വിധിക്കപ്പെടും. All the film industries and all those who participated in it and all those who've been watching it are going to be judged. ചലച്ചിത്ര വ്യവസായം, അതിൽ പങ്കാളികളായവർ, അത് കണ്ടുകൊണ്ടിരുന്നവർ ഒക്കെയും തന്നെ ന്യായം വിധിക്കപ്പെടും. That's why this invitation is given in verse 4. You bride of Christ, come out of her, my people, come out of her, don't be partaker of those plagues. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ മണവാട്ടി, എന്റെ സഭയെ, നിങ്ങൾ ആ കാര്യങ്ങളിൽ പങ്കാളികളാകാതെ അത് വിട്ട് പുറത്തേക്ക് വരുവീൻ. So when that judgment comes on every entertainment in this world, ഈ ലോകത്തിലെ സകല വിനോദങ്ങളുടെ മേലും ആ ദൈവന്യായ വിധി വരുമ്പോൾ, a time is coming when there's going to be no more sports, no cricket, no football, nothing in this world. ലോകത്തിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, മറ്റേതുമായ കായിക വിനോദങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലം വരുവാൻ പോകുന്നു. A time is going to come when cinema theaters are going to be stopped, not because Jesus is coming, because judgment is coming upon these entertainment industries. ഈ വിനോദ മേഖലകളിൽ യേശു വന്നതുകൊണ്ടല്ല, ന്യായവിധി വന്നതുകൊണ്ട് ഈ വിധമായ തിയേറ്ററുകളൊക്കെയും അടച്ചുപൂട്ടപ്പെടും, ഇവയെല്ലാം നിർത്തലാക്കപ്പെടും. That's why a voice is coming from heaven when these things get judged. Be careful, you don't participate in those things and be judged. Come out of her quickly. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഈ വിധമായ ന്യായവിധി വരുമ്പോൾ നിങ്ങൾ അതിൽ കുടുങ്ങി പോകാതിരിക്കേണ്ടതിന് വേഗത്തിൽ അതിനെ വിട്ടുപോരുവിൻ.
So if you have a television in your house, sell it quickly. Don't ruin your minds and don't get those philosophies in your head. You're not called for that. ആകയാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ നിങ്ങൾ അതിനെ ഒഴിവാക്കിക്കൊള്ളുക. അതിലെ ആശയങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ ചിന്തകളെ നിങ്ങൾ മലീമസമാക്കരുത്. If your heart is going after the fashion designs of this world, after the latest dresses of this world, quickly pray for deliverance and put away all those clothes. You don't belong to this whore. ആകയാൽ ഈ ലോകത്തിലെ ആധുനികമായ വസ്ത്രധാരണങ്ങൾ, ഫാഷനുകളൊക്കെയും നിങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ ഒരു വിടുതലിനായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ വേശ്യയുടെ ഭാഗമാകുവാൻ വിളിക്കപ്പെട്ടവരല്ല. 1 year ago, ഒരു വർഷം മുമ്പ് I went to a place where I conducted a youth camp. ഒരു യൂത്ത് ക്യാമ്പ് നടത്തുവാനായ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി. There were 1,000 youths there participating in that youth camp. ആ യൂത്ത് ക്യാമ്പിൽ 1000 യുവജനങ്ങൾ പങ്കെടുത്തു. So I asked the youths a question. ഞാൻ യൗവനക്കാരോട് ഒരു ചോദ്യം ചോദിച്ചു. Those who say, I haven't watched one movie in the past 1 month, put up your hands. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു സിനിമയെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു. Those who say, I haven't watched even one movie in the past 1 month, put up your hands. ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു. In the past 1 month. കഴിഞ്ഞ ഒരു മാസത്തിൽ. In those 1,000 youths, not even 100 put up their hands. നോക്കുക, ആ 1000-ൽ 100 പേർ പോലും കൈ ഉയർത്താനില്ലായിരുന്നു. It wasn't even a modern Indian city. It was something, just developing. നോക്കുക, അതൊരു ആധുനികമായ ഒരു നഗരമല്ലായിരുന്നു, ഇപ്പോൾ വികസിച്ചു വരുന്നതായ ഒരു സ്ഥലം. It wasn't Chennai or Delhi or Bangalore or Mumbai. It was some other place. It wasn't Chennai or Delhi or Bangalore or Mumbai, advanced developed cities. It was some other place. ഇത് ചെന്നൈയിലോ മുംബൈയിലോ ഇങ്ങനെ പുരോഗതി പ്രാപിച്ചതായ ഒരു സ്ഥലത്ത്. This youth meeting was not conducted. അങ്ങനെയുള്ളതായ വളരെ പുരോഗതി നേടിയതായ ഒരു സ്ഥലത്ത് വെച്ചല്ലായിരുന്നു ഈ മീറ്റിംഗ് നടത്തിയത്. Even in such a remote place, 900 of those youths in the past 1 month have confessed that they watched movies. നോക്കുക, ഇത്രത്തോളം ഒരു ഉൾപ്രദേശത്ത് തന്നെ 900 യൗവനക്കാർ കഴിഞ്ഞ മാസത്തിൽ തന്നെ സിനിമ കണ്ടതായി ഏറ്റുപറയുന്നു. Why? Because now it's easily available. You don't have to go to a cinema theater to watch a movie. It's there in pen drives and CDs and computers and the internet, and it's there in your cell phone, it's there in the stations, and so much of easy access. ആകയാൽ ഇന്ന് സിനിമ കാണുവാൻ സിനിമാ തിയേറ്ററുകളിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, മൊബൈൽ ഫോണിൽ, നിങ്ങൾ CD ആയിട്ട് പെൻഡ്രൈവ് രൂപത്തിൽ സ്റ്റേഷനുകളിലൊക്കെയും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭ്യമായ നിലയിൽ അത് സുലഭമാണ്. Can you see how this woman, this whore, is subtly stretching her fingers and throwing her wine here and then, making everyone drink? നോക്കുക, ഇന്ന് ഈ മഹാവേശ്യയാകുന്ന സ്ത്രീ തന്ത്രപരമായി തന്റെ വീഞ്ഞ് മറ്റുള്ളവരെ കുടിപ്പിക്കേണ്ടതിന് എല്ലായിടത്തും തന്റെ വിരലുകൾ നീട്ടുന്നത് കാണുന്നുണ്ടോ? Today we have to make some definite decisions before we leave. ഇന്ന് ഈ സ്ഥലം വിട്ടു പോകും മുമ്പേ ഒരു ഉറച്ച തീരുമാനം കൈക്കൊണ്ടേ മതിയാകൂ. It's not fun, it's not entertainment, it's not happiness, it's warfare. ഇത് ഒരു ഉല്ലാസമോ ഒരു വിനോദമോ ഒരു നേരമ്പോക്കോ അല്ല, അതൊരു യുദ്ധമാണ്. Shall we close our eyes? കണ്ണുകളടയ്ക്കാം. There is an invitation from heaven. സ്വർഗ്ഗത്തിൽ നിന്നൊരു ക്ഷണം, ഒരു വിളി. Come out of her, my people. അവളെ വിട്ട് എന്റെ ജനമേ പുറപ്പെട്ടു പോരുവീൻ. Don't participate with her. അവളോട് നിങ്ങൾ കൂട്ടാളികളാകരുത്. Don't shake hands with her. അവളോട് ഹസ്തദാനം ചെയ്യരുത്. Don't think she's a friendly woman. അവൾ നിങ്ങളുടെ സ്നേഹിത എന്ന് കരുതരുത്. Don't be deceived by her attractions. അവളുടെ ആകർഷണങ്ങളാൽ ചതിക്കപ്പെടരുത്. Come out from amongst her. അവളെ വിട്ടുപോരുവീൻ. What has light to do with darkness? ആ ഇരുട്ടിന് വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? What has the temple of God to do with idols? ദൈവത്തിന്റെ ആലയത്തിലെ വിഗ്രഹങ്ങളോട് എന്തൊരു കൂട്ടായ്മ? Be not unequally yoked together with unbelievers. ആകയാൽ അവിശ്വാസികളോട് നിങ്ങൾ ഇണയില്ലാതെ കൂടരുത്. Come out from among them and be separate. ആകയാൽ അവരെ വിട്ട് പുറപ്പെട്ടു പോരുവീൻ. It may be a relative. It may be a relative. ഒരു പക്ഷേ നിങ്ങൾ അതിന് മടിച്ചു നിൽക്കുന്നവരായിരുന്നിരിക്കാം. Maybe it's your relative. ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തക്കാരായിരിക്കാം. Or it may be your classmates. ഒരു പക്ഷേ നിങ്ങളുടെ സഹപാഠികളായിരിക്കാം. Maybe your colleagues in your workplace. ഒരു പക്ഷേ നിങ്ങളുടെ ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരായിരിക്കാം. Whoever it might be, if you see this system in them, be separate. അവരാരുമായിക്കൊള്ളട്ടെ, അവരിലെല്ലാം തന്നെ ഈ സംവിധാനം നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു മാറുവിൻ. Not because you hate the person, but because you hate the system.
ആ വ്യക്തിയെ നിങ്ങൾ വെറുക്കുന്നത് കൊണ്ടല്ല, പ്രത്യേകാൽ ആ സംവിധാനത്തെ നിങ്ങൾ പകയ്ക്കുന്നത് കൊണ്ട്. Jesus was a friend of sinners, but he hated sin. കർത്താവായ യേശു പാപികളുടെ സ്നേഹിതൻ, എന്നാൽ അവൻ പാപത്തെ വെറുക്കുന്നു. If you join them, they will think that what they are doing is all right. നിങ്ങൾ അവരോട് ചേർന്നാലോ അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നതായിട്ട് അവർ കരുതും. Show them, let them know that they are on the wrong side, that they are in deception. അവർ തെറ്റായ പാതയിലാണെന്നും വഞ്ചനയിലാണെന്നും അവർ മനസ്സിലാക്കുവാനായി നിങ്ങൾ അത് വെളിപ്പെടുത്തി കൊടുക്കുക. 1 minute, let's all make a decision. ഒരു നിമിഷം ഒരു തീരുമാനമെടുക്കുക. If there's anything connected with that whore in your life, നിങ്ങളുടെ ജീവിതത്തിൽ ആ മ്ലേച്ഛതയുമായി ബന്ധം പുലർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, make a decision to put it away. അതിനെ നീക്കിക്കളയുവാൻ തീരുമാനമെടുക്കുക. A few years ago, ചില വർഷങ്ങൾക്ക് മുൻപേ 2 young boys had been recently converted. അടുത്തിടെ മാനസാന്തരപ്പെട്ടതായി രണ്ട് യൗവനക്കാർ, when they received the Holy Spirit, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, they had 150 CDs with rock music in it, and they broke it and buried it in their backyard. അവർ അവരുടെ പക്കൽ റോക്ക് മ്യൂസിക്കിൻ്റെതായ 150ഓളം സീഡികൾ ഉണ്ടായി, 100 കണക്കിന് സീഡികൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവർ പുറകിൽ കൊണ്ടുപോയി ഉടച്ചു കളഞ്ഞു. Today that spirit of the whore is subtly working in worldliness in our homes. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ആ മഹാവേശ്യയുടെ ദുരാത്മാവ് വളരെ തന്ത്രപരമായി നമ്മുടെ വീടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. She has to leave our homes. അവൾ നമ്മുടെ വീട് വിട്ടു പോയേ തീരൂ. Today this voice from heaven is not just a word, it's a command, it's a power from God. എല്ലാ സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന ശബ്ദം എന്നത് വെറും ഒരു വാക്കായിട്ടല്ല, ദൈവത്തിന്റെ ഒരു ആജ്ഞയായി, കൽപ്പനയായി പുറപ്പെടുന്നു. We are enemies of that system. നാം ആ സംവിധാനത്തിന് ശത്രുക്കളെതിരെ. We are enemies of that whore. ആ യേശുവിന് നാം ശത്രുക്കളെതിരെ. But first of all, we have to make a decision not to get attracted by her. ആകയാൽ അവളാൽ ചതിക്കപ്പെടാതിരിക്കുവാൻ, വശീകരിക്കപ്പെടാതിരിക്കുവാൻ മുൻപേ നാം ഒരു തീരുമാനം കൈക്കൊള്ളണം. How many want holiness in your eyes? എത്ര പേർക്ക് നിങ്ങളുടെ കണ്ണുകളിൽ വിശുദ്ധി വേണം? How many want holiness in the mind? എത്ര പേർക്ക് നിങ്ങളുടെ മനസ്സിൽ വിശുദ്ധി വേണം? How many want holiness in the emotions? എത്ര പേർക്ക് നിങ്ങളുടെ വികാരങ്ങളിൽ വിശുദ്ധി വേണം? If God does not want it, I do not want it. If God does not want it, ദൈവത്തിന് വേണ്ടെങ്കിൽ എനിക്കത് വേണ്ട. if God does not want it, I don't want it. ദൈവത്തിന് വേണ്ടെങ്കിൽ എനിക്കും അത് വേണ്ട. How many want that holiness? എത്ര പേർക്ക് ആ വിശുദ്ധി വേണം? Put up your right hand. വലം കൈ ഉയർത്തുക. The Lord is going to give us His strength. കർത്താവ് നമുക്കൊരു ബലം തരുവാൻ പോകുന്നു. The Lord is going to send down His Holy Spirit upon us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുവാൻ പോകുന്നു. Evil men shall wax worse and worse, deceiving and be deceived. ദുഷ്ടരായ മനുഷ്യർ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് അഭക്തിയിൽ അധികം മുതിർന്നു വരും. But thou, O man of God, flee these things. എന്നാൽ നീയോ ദൈവത്തിന്റെ മനുഷ്യ ഇത് വിട്ടോടുക. Thou, O man of God, stand for holiness. ദൈവത്തിന്റെ മനുഷ്യ വിശുദ്ധിക്കായി നിൽക്കുക. That spirit of this whore should leave the church. ആ യേശുവിന്റെ ആത്മാവ് സഭയെ വിട്ടു പോകട്ടെ. 2 minutes, let us pray. 2 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. Let's get filled in the spirit and pray. നമുക്ക് പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയപ്പെടാം. Let's rebuke the spirit of whoredom and pray. ആ യേശുവിന്റെ ആത്മാവിനെ ശാസിച്ച് പ്രാർത്ഥിക്കാം. She's deceiving our believers. അവൾ നമ്മുടെ വിശ്വാസികളെ ചതിക്കുന്നു. She's deceiving our young people. അവൾ നമ്മുടെ യൗവനക്കാരെ ചതിക്കുന്നു. In the holy name of Jesus, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ with one mind we tell you, the spirit of whoredom, get out of this church. ഏകമനസ്കരായി യേശുവിന്റെ ആത്മാവേ ഞങ്ങൾ നിന്നെ ശാസിച്ച് പറയുന്നു, സഭയെ വിട്ടു പോകുക. Don't let us stay in your house. Don't let us stay in your house. അവൾ നിന്റെ വീട്ടിൽ പാർക്കുവാനിടയാകരുത്. She will stay there and entertain you and finally drink your blood. അവൾ നിന്റെ വീട്ടിൽ പാർത്ത് നിനക്ക് വിനോദോല്ലാസങ്ങൾ തന്ന് ഒടുവിൽ നിന്റെ രക്തം വലിച്ചു കുടിക്കും. Chase her out now in Jesus' name. യേശുവിന്റെ നാമത്തിൽ തുരത്താം. Chase her out now in Jesus' name. യേശുവിന്റെ നാമത്തിൽ തുരത്താം. The spirit of the Lord is going to urge you to make some decisions. കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. When the spirit of the Lord reminds you of something that belongs to that whore in your house, in your life, in your clothes, in your office, take it away, put it away. നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ഓഫീസിൽ, നിന്റെ വസ്ത്രത്തിൽ ആ വേശ്യയുടേതായ എന്തെങ്കിലും ഉണ്ടെന്ന് ദൈവാത്മാവ് ഉണർത്തിയാൽ അതിപ്പോൾ നീക്കിക്കളയാം. As you go back, make that decision. മടങ്ങി പോവുകയില്ല, തീരുമാനം കൈക്കൊള്ളുക. Don't bargain with money to sell it. If possible, break it.
അതെ, പണത്തിന് വേണ്ടി നീ അതിനുവേണ്ടി വിലപേശാതെ, അത് വിൽക്കുവാൻ വിലപേശാതെ അതിനെ തകർത്ത് കളയുക. Let Jesus come into your house with his fullness. യേശു തന്റെ നിറവോടെ നിന്റെ വീട്ടിൽ വരട്ടെ. Let the Holy Spirit move in your house. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ പരിവർത്തിക്കട്ടെ. Now what we are going to do, ഇപ്പോൾ നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? there are so many innocent people who are trapped with that whore. ആ വേശ്യയുടെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്ന ധാരാളം നിഷ്കളങ്കരായ ആളുകൾ ലോകത്തിലുണ്ട്. In your office, നിന്റെ ഓഫീസിൽ, in your neighborhood, നിന്റെ അയൽപക്കത്ത്, in your family, നിന്റെ കുടുംബത്തിൽ, amongst your friends, നിന്റെ സ്നേഹിതരുടെ മധ്യേ, in your college and school. നിന്റെ കോളേജിൽ സ്കൂളുകളിൽ So many of them don't know they are trapped by the enemy, they are deceived. അനേകർ തങ്ങളുടെ അറിവ് കൂടാതെ ശത്രുവിന്റെ കെണിയിൽ കുടുങ്ങി ചതിക്കപ്പെടുന്നു. They are laughing and going to hell. അവരിതാ ചിരിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നു. All brothers hold your hands. എല്ലാ സഹോദരന്മാർ കൈകൾ കോർത്തു പിടിക്കുക. All sisters hold your hands. സഹോദരിമാർ കൈകൾ കോർത്തു പിടിക്കുക. We are going to get together and pray now. നാം ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. There are some who are trapped by that Babylon. ആ ബാബിലോണിന്റെ കെണിയിൽ കുടുങ്ങിയ ചിലർ. Through this prayer, some of those people should come out. ഈ പ്രാർത്ഥനയാൽ അവരിൽ ചിലരെങ്കിലും പുറത്തു വരട്ടെ. Some of your relatives and friends and colleagues should come out of that Babylon in Jesus' name. ചില ജാതകർ, സഹപ്രവർത്തകർ, സഹപാഠികൾ ആ ബാബിലോണിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടട്ടെ. Let's get filled in the Spirit and pray. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാം. Rebuke that spirit that is deceiving them and pray. ആളുകളെ ചതിക്കുന്ന ദുരാത്മാവിനെ ശാസിച്ച് പ്രാർത്ഥിക്കാം. Oh, Ramasamankalama Shabakaramania today. Lord, have mercy on those children, oh God. All those who have been deceived by the adversary, oh God. Bring them to your fold, oh God. Lord, let this word touch them. In Jesus' name, we command them to come out of her and be separate, oh God. Lord, let them not partake of our plagues, oh God. Oh, Ramashabankaramania Namantudaria Baushabankalamania today. Oh, Ramasamankaramania today. Thank you, Lord. We thank you, Jesus. The Spirit of God is moving in our midst. We have not made an empty prayer. Our prayer has reached the presence of God. By faith, see, many are going to come into this fold. Many are going to leave the whore and come to the sun-clad white woman. As a sign of this, as a sign that God has heard our prayer, now an anointing is coming down. Now the anointing is coming down. The Spirit of the Lord is moving in our midst. He's going to go out from us and bring many to this place. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. 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 Praise the Lord. Praise the Lord. Praise the Lord.
Hallelujah, amen, hallelujah, hallelujah, praise the Lord, praise the Lord. മേഘാരൂഢനായി വന്നിടുമേ പതിനായിരം പേരിലും സുന്ദരൻ. പ്രത്യാശയുള്ള മേഘാരൂഢനായി വന്നിടുമേ പതിനായിരം പേരിലും സുന്ദരൻ തന്റെ Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 എല്ലാ ദൈവമക്കളും കണ്ണുകളിൽ അടയ്ക്കാം, മുഴങ്കാൽ മേലിരിക്കാം. നമ്മുടെ യേശു വരാറായി. ലോകത്തിൻ്റെ സംഭവങ്ങളെല്ലാം അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുക. അനേക ജീവിതങ്ങൾ ഒരിക്കൽ ദൈവസ്ഥനെ നിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Praise the Lord. നാലാം മഹായുദ്ധത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം ഈ ദിവസം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചവനായി അവൻ്റെ പിന്നാലെ സ്വർഗത്തിലെ നിർമ്മല സൈന്യം, മറുഭാഗത്ത് സാത്താനും അവൻ്റെ സൈന്യവും മിഗദോത്താഴ്വയുടെ യുദ്ധത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സ്വർഗത്തിൽ ഒരടയാളം കാണായി സൂര്യനെ അണിഞ്ഞതായൊരു സ്ത്രീ, ക്രിസ്തുവിൻ്റെ കാന്ത, ധൂമ്രവസ്ത്രവും രത്നവും പൊന്നും ധരിച്ചിരിക്കുന്ന മൃഗത്തിന് ഓർത്തിരിക്കുന്നതായ ഒരു എതിർ ക്രിസ്തുവിൻ്റെ കാന്ത. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പൊൻപാത്രം. ആ പൊൻപാത്രത്തെക്കുറിച്ച് നാം കേട്ടല്ലോ. അവൻ്റെ ചതിക്കുഴിയിൽ വീഴരുത്. ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഓർക്കിഡോ, ഫേസ്ബുക്ക് ആദിയായ മാധ്യമങ്ങളിലൂടെ ഇന്ന് സാത്താൻ അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടെലിവിഷൻ വേണ്ട, ആവശ്യമില്ലാത്തതായ മറ്റു മാധ്യമങ്ങൾ നമുക്ക് വേണ്ട. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനാവുള്ളൂ, ഇത് വിട്ടോടി
നാം ദൈവത്തിന്റെ മനുഷ്യനാണ്. അശുദ്ധിയെ വിട്ടോടി വിശുദ്ധിയെ തേക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ കാന്തിയായി തീരുവാനായിട്ട് കഴിയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് കർത്താവിന്റെ വരങ്ങൾ എടുത്തുകൊള്ളപ്പെടുന്നത്? അവർ അശുദ്ധിയെ ത്യജിച്ച് വിശുദ്ധിയെ തികച്ചവർ. അവരാണ് വെള്ളക്കുതിരപ്പുറത്ത് കയറി അക്ഷയ ശരീരത്തോടുകൂടെ, തേജസ്സിന്റെ ശരീരത്തോടുകൂടെ ദൈവവും അതോടൊപ്പം തന്നെ പിശാച് നമ്മുടെ യുദ്ധമാണ്. വിൺശരീരവും മനുഷ്യരുമുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ സാത്താൻ പരാജയപ്പെടുന്നു. ക്ഷരബലക ദുരബലക തിരക്കതല കക്ഷി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബൈബിൾ സ്റ്റഡി പ്രഥമ രാത്രിയോഗത്തെ കർത്താഭാരമേറ്റ് നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇന്ന് രാത്രിയിലും തന്റെ മാറ്റമില്ലാത്ത വചനത്തെ ദൈവം നമുക്ക് ദാനം ചെയ്യാനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാകുന്ന വിത്തുകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും സംസാരഭോഗമാകുന്ന മുള്ളിനിടയിൽ വീണ് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വീണ് വിത്ത് പോലെ അത് 100, 60, 30 പേര് ഫലം കൊടുപ്പാൻ്റെ ഗുണം കർത്താവ് സഹായിക്കടനാട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ തിരുവഴുത്ത് നമുക്ക് ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമായി തീരാതെ നമ്മുടെ ഓരോരുത്തരുടെ ജീവനും നിലനിൽപ്പിനും കാരണമായി തീരേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ലോക സംഭവങ്ങളെ ആധാരമാക്കി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ശ്രീപ്പാന്റെ കൊണം ദൈവം നമുക്കെന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ദിവസം നടക്കുന്ന ബൈബിൾ സ്റ്റഡിയും കർത്താവ് ഭാരമേറ്റ് നടത്തേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേഹാത്മകളെ കർത്താവിന്റെ കരുത്തിൽ കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. എല്ലാ മഹത്വം പുകഴ്ചയും ദൈവത്തിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുത്രനായ യേശു ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുത്ത വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മെല്ലാം തന്നെ മഹത്വത്തിന് വേണ്ടി ഒരുക്കടിനാട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളോട് ഇടുന്ന കർത്താവ് എന്നും ഞങ്ങളോട് കൊണ്ടുള്ളതിനാൽ അവിടത്തേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ കടന്നു വന്നതിനായി സ്തോത്രം. കർത്താവെ, അവിടെവിടങ്ങളിലായി നിന്റെ മക്കളെല്ലാം കൊണ്ടുവന്നതിനാലും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വന്ന മക്കൾക്കെല്ലാം ആവശ്യമായി നിന്റെ ആലോചന നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യേശുവിൻ്റെ വരവ് ഏറ്റവും സമീപമാകയാൽ തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കേണ്ട സമയം ഇതാകയാൽ ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് ഇന്ന് രാത്രി അവിടുന്ന് നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന പിതാവേ. അധർമ്മത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട് അനേകരെ അശുദ്ധിയിലേക്ക് മ്ലേച്ഛതയിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവേ, നിനക്കായുള്ള നിന്റെ ജനം ഒരുക്കപ്പെടേണ്ടതിന് സഹായിക്കണമേ. സകല അശുദ്ധികളെയും വേർപെട്ട് മ്ലേച്ഛമാരിൽ നിന്നെല്ലാം വേർപെട്ട് തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ എല്ലാവരുടെ മേലും നിന്റെ കൃപ ധാരാളമായി പകരണേ കർത്താവേ. യഥാർത്ഥമായി വേർപാടിൻ ജീവിതത്തെ സൂക്ഷിക്കുന്നവരായിരിക്കാൻ കർത്താവ് എല്ലാവർക്കും സഹായിക്കണമേ. അതിനായി കൃപ നൽകണമേ. പാപത്തോട് പോരാടുന്നതിൽ കഠിനമായി യുദ്ധം ചെയ്തുകൊണ്ട് വിജയം വരിപ്പാൻ, വിജയത്തെ പ്രാപിപ്പാൻ നിന്റെ വിശുദ്ധിക്കത്തവണ്ണം വിശുദ്ധ മക്കളായി തങ്ങളെ തന്നെ ഒരുക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അതിനായി നിന്ന് തന്നതായ നിന്റെ നല്ല ആലോചനകളെ ഗ്രഹിച്ച് അതിനൊത്തവണ്ണം വിശുദ്ധിയെ സൂക്ഷിപ്പാനും നിനക്ക് വേണ്ടി ഓരോ നിമിഷവും സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ജീവിപ്പാനും കർത്താവ് എല്ലാവർക്കും സഹായിക്കണമേ. ഈ പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും കൊള്ളുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ രക്ഷിക്കണേ കർത്താവേ.
നീ കാൽവരിയിൽ നിനക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തിന്റെ വിലയായി നിനക്കായി അനേകരെ നീ വേർതിരിക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്ന കർത്താവേ, നന്ദിയോട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിതാവേ. വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹായിക്കണമെന്ന് അപേക്ഷിച്ച് തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. കേട്ട വചനങ്ങൾ എല്ലാവർക്കും അധികമായി പ്രയോജനകരമായി നിന്റെ മഹത്വത്തിനായി തൃക്കരത്തിൽ തരുന്ന കർത്താവേ, നീ എല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ. നിന്റെ തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സർവശക്തിയുള്ള നീതിയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിക്കാട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾസിയുടെ ബന്ധത്തിൽ വിവിധയിടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി ഞങ്ങൾക്ക് ഏകമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാനും കർത്താവെ പ്രത്യാശയുടെ പാട്ടുകൾ പാടി ഞങ്ങളുടെ പ്രത്യാശ പുതുക്കുവാൻ അവിടെ നിന്ന് ഭാഗ്യത്തിനാട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരും ദൈവത്തിൻ്റെ ആത്മാവ് വിവിധ നിലവാരത്തിൽ ഞങ്ങളെ ഹൃദ്യമായി ഞങ്ങൾ ഇടപെട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഹർമഹദൂൻ യുദ്ധത്തെക്കുറിച്ചും കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ ആ യുദ്ധത്തിൽ എങ്ങനെ ഒരുങ്ങണമെന്നും അതിൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഗ്രഹിപ്പാൻ്റൊക്കെ കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നത്. കർത്താവെ, സ്വർഗത്തിലുള്ള അത്ഭുതം കാണുന്നു, അടയാളം കാണുന്നു സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ കർത്താവെ, ആ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുവാൻ പോകും നിങ്ങൾ അറിയുന്നു. അതോടൊപ്പം തന്നെ എതിർ ക്രിസ്തു അതിനുവേണ്ടി ഒരു മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, മികുതോ താഴെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തിരുവഴുത്തും ദൈവശക്തി അറിയായാൽ തെറ്റിപ്പോകുന്ന നിന്റെ വചനത്തിൽ കാണുന്നു. ആകാൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച് ഗ്രഹിച്ച് അതിൽ വേരൂന്ന് ക്രിസ്തുവിൻ്റെ സരസ്വരം വളർന്ന് അങ്ങേപ്പോലെ ആയിത്തീരുവാൻ്റെ കൊണ്ട് സഹായിക്കും. നിന്റെ അനത്ത് സമാധാനത്തോടായിക്കും തുടർന്നുള്ള ദിവസം നടക്കുന്ന കൂടിയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് മേഘ പ്രത്യക്ഷത്തോടെ ഞങ്ങൾ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവിശ്വാസം ഇപ്പോഴും അതിനനുസരിച്ച് പ്രിയപ്പെട്ടോട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.